എങ്ങനെയാ രണ്ടർത്ഥം ഒരേ ആയത്തിന്? അതായത് ഒരു കിതാബിൽ പോയം തരുവണ പറയുന്നു അള്ളാഹു അതായത് അദൃശ്യ കാര്യങ്ങൾ അറിയില്ല. പോയം തരുവണല്ല, അല്ലാമ ഇസ്മായിലുൽ ഹിക്കിയൽ ബറൂസബിയുടെ വിശദീകരണം പുസ്തകത്തിന്റെ കാര്യമാണ് പറയുന്നത്. അല്ല, അതിലുള്ള തഫ്സീറാണ് ഞാനും വായിച്ചത്. അതായത് ഒന്ന് പറയുന്നത് കെ.വി. മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാട് പറയുന്നു അള്ളാഹുവിന്റെ ഖജനാബ് എന്റെ പക്കലുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നില്ല. കാരണം അള്ളാഹു കാര്യങ്ങൾ എനിക്കില്ല, അദൃശ്യ കാര്യങ്ങൾ ഞാൻ അറിയുമെന്നും ഞാൻ ഒരു മലക്കാണെന്നും നിങ്ങളോട് പറയുന്നില്ല. കാരണം അള്ള തരാത്തിൽ എനിക്കില്ല. അതായത് ആയത്ത് അങ്ങനെ പഠിപ്പിക്കുന്നത്. പോയം തരുവണ പറയുന്നത് അള്ളാഹുവിന്റെ ഖജനാബ് എന്റെ പക്കലുണ്ട്, ഞാൻ നിങ്ങളോട് പറയുന്നില്ല. അതെ, അദൃശ്യ കാര്യങ്ങൾ എനിക്കറിയാം. മലയാളം മനസ്സിലാവുന്നുണ്ടോ എന്ന് നോക്കട്ടെ. ഞാൻ പറയുന്ന ഒന്നുകൂടി, നീ വേറെ ഭാഷയിൽ വേണേ നമുക്ക് പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ് തിരിയുന്നുണ്ടാ നോക്കി. രണ്ട് എതിരാണെന്ന് പറഞ്ഞ എന്താണെന്നറിയോ? അള്ളാഹുവിന്റെ ഖജനാവ് എന്റെ കയ്യിലില്ല എന്നും പറയുന്നുണ്ട്, അള്ളാന്റെ ഖജനാവ് എന്റെ കയ്യിലുണ്ട് എന്നും പറയുന്നുണ്ട്. ഇതല്ലേ പ്രശ്നം? ഒന്നാമത്തെ പ്രശ്നം. ഈ പ്രശ്നം നിങ്ങൾ പറയുമെന്ന് മുഫസ്സിരീങ്ങൾ കാലേ കുട്ടി മനസ്സിലാക്കി. അങ്ങനെ ഒരു ഇസ്കാരി അവർ തന്നെ കണ്ടു. അതിന് അവർ തന്നെ മറുപടി പറഞ്ഞു. ഇമാം ആ ഇസ്മായിലുൽ ഹിക്കി തന്നെ പറഞ്ഞു, ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇല്ല എന്ന് പറഞ്ഞാലും അർത്ഥം മനസ്സിലാക്കണം. എന്റെ അടുത്ത് ഇൽമുൽ ഗൈബും അദൃശ്യ കാര്യവും ഖജനാവും ഇല്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഇസ്തിഖ്ലാലൻ, അല്ല തരാതെ സ്വന്തമായി ഇല്ല എന്നാണ്. ഉണ്ട് എന്ന് പറഞ്ഞാലോ ബിഇലാമിൽ ഹഖ്, അല്ലാഹു അറിയിച്ചു തരുന്നത് കൊണ്ടാണ്. അവ രണ്ടും എതിരല്ല. കാരണം മൂപ്പർക്ക് ലക്ഷ്യം നന്നാവലല്ല, അതുകൊണ്ടായിരിക്കണം. ഇതിപ്പോ നിങ്ങൾക്ക് മനസ്സിലായോ? എന്റെ ഓഡിയൻസിന് മനസ്സിലായോ? ഒന്ന് അള്ളാഹു തന്നപ്പോഴുണ്ട്, അല്ല തരാത്തതില്ല. ഇതെല്ലാവർക്കും മനസ്സിലാവൂലേ? എല്ലാവർക്കും ബോധ്യപ്പെടും. ആർക്കും അത് മനസ്സിലാവാത്ത മൈക്കൊടുക്ക് പറയട്ടെ. അതെ, അത് മനസ്സിലായിട്ട് പറഞ്ഞാൽ മതി. ബാക്കി ഇതേ വിഷയത്തിൽ തന്നെ അല്ല, ഇത് മനസ്സിലായോ? അല്ലേ പറയും. ഇത് മനസ്സിലാവില്ലല്ലോ. കാരണം എന്തുകൊണ്ട്? കാരണം അതായത് ഒരേ എന്തുകൊണ്ട് മനസ്സിലാവില്ല? അതായത് ഒന്ന് പറയുന്നത് അതെ, അള്ള തരാത്തപ്പോഴില്ല, ഉണ്ട് എന്ന് പറഞ്ഞാൽ അള്ള തന്നപ്പോൾ ഉണ്ട്. അപ്പൊ അള്ള തന്നപ്പോൾ ഞാൻ മലക്കാണ് എന്നും അല്ല, മലക്കിന്റെ സ്ഥാനമെത്തിച്ചു. അതൊക്കെ ഞാൻ മറുപടി പറഞ്ഞു. അതൊക്കെ നിങ്ങളുടെ മുമ്പിൽ വിട്ടു. മലക്കാണ് എന്ന് പറഞ്ഞാൽ മനുഷ്യനല്ല എന്ന് പറഞ്ഞാൽ കാഫിറായി. ഇല്ല, മലക്കാണെന്ന് പറയുന്നില്ല, മലക്കിന്റെ സ്ഥാനമെത്തിച്ചു എന്നാ പറഞ്ഞത്. രണ്ടാം ദുർവ്യാഖ്യാനം. അല്ലല്ല, ദുർവ്യാഖ്യാനല്ല. ഞാനല്ല, ഇസ്മായിലുൽ ഹിക്കി ബറൂസബിയാ പറയുന്നത്. ഞാൻ പറഞ്ഞു, ഞാൻ ഒരു ഉദാഹരണം പറയട്ടെ, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഞാൻ ഫൈസൽ ഉസ്താദിന്റെ സ്ഥാനമെത്തിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ ഫൈസൽ ഉസ്താദാണെന്നല്ല അതിന്റെ അർത്ഥം. പിന്നെ എന്താ, ആ സ്ഥാനത്തെ എനിക്കുണ്ട് അതിന്റെ അർത്ഥം. അതേ സമയത്ത് ഫൈസൽ ഉസ്താദ് വേറെ, ഞാൻ വേറെയാണ്. അതെല്ലാവർക്കും അറിയില്ലേ? മലക്കിന്റെ സ്ഥാനമെത്തിച്ചു എന്നല്ല, മലക്കിനേക്കാൾ വലിയ സ്ഥാനം അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി. അതുകൊണ്ടല്ലേ ഏഴാനാകാശത്തിന്റെ മുകളിൽ അള്ളാഹുവിനെ കാണാൻ പോയപ്പോ അവിടെ നിന്നു മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം. എന്നിട്ട് പറഞ്ഞു, നബിയേ ഇവിടുന്ന് നിങ്ങൾ അങ്ങോട്ട് പോവണം. അപ്പൊ റസൂലുള്ളാഹിന്റെ ചോദ്യം, അഹുനാ യുഫാരിഖുൽ ഖലീലു ഖലീലഹു, സുഹൃത്തിനോട് വിട്ടുപിരിയാണോ ജിബ്രീൽ? അല്ല നബിയേ, ലൗ ഫാറഖ്തുഹു ലഹ്തറഖ്തു മിൻ നൂർ, ഇവിടുന്ന് ഞാനങ്ങ് വിട്ടുപിരിഞ്ഞാൽ, ഒരു സെക്കൻഡ് ഞാനങ്ങ് നടന്നാൽ ഞാനങ്ങ് കരിഞ്ഞു പോകും നബിയേ. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ പോകുന്ന സ്ഥലത്ത് മലക്കിന് പോലും പ്രവേശനമില്ല. അതുകൊണ്ട് മലക്കുകളുടെയും സ്ഥാനമെത്തിച്ചു എന്നല്ല, മലക്കിനേക്കാൾ വലിയ നേതാവാണ് ലോകത്തിന്റെ നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹി. ഇനി എന്ത് പറയാനുണ്ട്? കൊടുക്കുമൈക്ക് പറയട്ടെ അങ്ങോട്ട്. ഇത് തിരിഞ്ഞോണ്ടെന്ന് സ്ഥലത്തിന് പറഞ്ഞു കൊടുക്കണം. ഇത് തിരിയില്ലല്ലോ. ഇത് എങ്ങനെ എന്തുകൊണ്ട് തിരിയില്ല? എന്തുകൊണ്ട് തിരിയില്ല? റസൂല് മലക്കാണ് എന്ന അർത്ഥം പറഞ്ഞാലോ ഈ ആയത്ത് ഞാൻ മലക്കാന്ന് പറഞ്ഞോ? ഇല്ല, മലക്കിന്റെ സ്ഥാനമെത്തിച്ചു, അല്ല അതിനും അപ്പുറം എത്തിച്ചു എന്നാ പറഞ്ഞത്. ഇത് ചോറ് തിന്നുന്ന ആർക്കും തിരിയും. ജനങ്ങളെ മനസ്സിലാക്കിക്കോളൂ. ആളാണോ കെ.വി. മുഹമ്മദ് മുസ്ലിയാർ? അതുപോലെ പണ്ട് അബൂജഹൽ നബിനോട് ചോദിച്ച്, നിങ്ങള് ആ ചന്ദ്രനെ 2 പിളർപ്പാക്കി തന്നാ ഞാൻ മുസ്ലിമാവും. ഇയാള് വിചാരിച്ചത് നബി അങ്ങനെ ചെയ്യൂലെന്നാണ്. നബി തങ്ങൾ പറഞ്ഞു ചന്ദ്രനോട് 2 പിളർപ്പാവാൻ. ചന്ദ്രൻ പിളർപ്പായി ഇങ്ങോട്ട് വന്നു. ഇയാൾ പറഞ്ഞത് മായാജാലാണ്, എനിക്ക് തിരിഞ്ഞിട്ടില്ല.
ഈ ജാതി മറുപടി പറഞ്ഞാൽ നിങ്ങൾക്കല്ല ഹിദായത്ത് നൽകട്ടെ എന്നേ പറയാനുള്ളൂ. ഈ സമൂഹം അത് മനസ്സിലാക്കി കഴിഞ്ഞു. എന്റെ സുഹൃത്തെ, അഹ്ലുസുന്നയിലേക്ക് ഇങ്ങോട്ട് പോരൂ. എന്തിനാ നിങ്ങൾ പേടിക്കണ്? ധൈര്യമായി നമുക്ക് സുന്നത്ത് ജമാഅത്തിൽ ഒരുമിച്ചിരുന്ന് പ്രവർത്തിക്കാം. ബാക്കി ഞങ്ങൾ പഠിപ്പിച്ചു തരാം. അതിനാണ് ഞങ്ങൾ മർക്കസ് സഖാഫത്തി സുന്നിയയും ഇഹ്യാഉ സുന്നയും അതുപോലെയുള്ള സ്ഥാപനങ്ങൾ. പക്ഷേ അങ്ങോട്ടും അഡ്മിഷൻ കിട്ടണമെങ്കിലും ചെറിയ യോഗ്യത വേണമെന്ന് മാത്രം. ബാക്കി പറയട്ടെ. അപ്പൊ ഒന്ന് കഴിഞ്ഞിട്ടു, ഇനി അടുത്ത് നോക്കുക. ഓരോന്നങ്ങനെ തീർക്കാം. രണ്ട് അതേ വിഷയത്തിൽ വേറെ ഒരു കിതാബിനെ പറ്റിയിട്ട് എനിക്ക് ഒന്ന് മനസ്സിലായി. രണ്ടാമത്തൊന്നല്ലോ നിങ്ങൾ അനുവദിക്കുന്നില്ലല്ലോ. അതായത് ഹിളർ നബിയും മൂസാ നബിയും തമ്മിലുള്ള യാത്രയിൽ ഒരു കുട്ടിയെ കൊല്ലുന്നത്, തീർച്ചയായും, പിന്നെ മതിൽ നന്നാക്കുന്നത്, അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഹിളറിനോടൊപ്പം സഞ്ചരിച്ചത് പ്രവാചകനല്ല, അതായത് അന്ന് മൂസാ നബി ആയിരുന്നില്ല എന്ന് ജുമാ ഒരു പഠനം എന്ന ഇതില് നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാറും എഴുതിയിട്ടുണ്ട്. പക്ഷെ അതിന് നിങ്ങളിൽപ്പെട്ട ഒരു സഖാഫി തന്നെ അവരെ മൂപ്പരെ വിമർശിച്ചുകൊണ്ട് എഴുതുന്നതുകൊണ്ട് അതും വേണമെങ്കിൽ ഇവിടെ വാദിക്ക് കേൾപ്പിക്കാവുന്നതാണ്. എന്താ പറഞ്ഞു? മൂസാ നബി നബിയല്ലാന്ന് ആര് പറഞ്ഞു? നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ പഠനം പുസ്തകത്തിലെ ഇബാറത്ത്, ആ വാക്കുകളൊന്ന് വായിക്കൂ. ഹിളർ നബിയോടൊപ്പം സഞ്ചരിപ്പോൾ എന്തുകൊണ്ട് മൂസാ നബി അറിഞ്ഞില്ല എന്ന് ചോദിക്കുന്നവരുണ്ട്. ഇതിനുള്ള മറുപടി ഇതാണ്: അന്ന് മൂസാ നബി പ്രവാചകനായിരുന്നില്ല, അതേ സ്ഥാനത്ത് അവിടെ നബുവത്താണ്. ബാക്കി വായിക്കി. ഞാൻ ഈ സംശയമുള്ള ഭാഗങ്ങൾ എഴുതിയെടുത്ത് വന്നതാണ്. അവിടെയാണ് പ്രശ്നം. നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോയി. നെല്ലിക്കുത്ത് ഉസ്താദ് അതിനുള്ള ഒരുപാട് മറുപടി പറഞ്ഞ കൂട്ടത്തിൽ അങ്ങനെ ഒരു അഭിപ്രായം ഒരാൾ പറഞ്ഞിട്ടുണ്ട്. അന്ന് നബിയല്ലാന്നാ പറഞ്ഞു. നബിയല്ലാന്നല്ലോ. ഇപ്പൊ ഞാൻ പറയാണ്, ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഞാൻ പറഞ്ഞ ഒരു 500 രൂപ കിട്ടിയ സംഭവം ഞാൻ പറയാം. 500 രൂപ മുജാഹിദുകൾ എനിക്ക് ഇനാമായി തന്നു. അന്ന് ഞാൻ അഹ്സനിയായിരുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ഞാൻ ഒരു കാലത്തും അഹ്സനിയായിട്ടില്ല എന്നാണോ? അല്ല, അന്ന് ഞാൻ ഇഹ്യാഉ സുന്നയിൽ പഠിക്കുന്ന കാലാണെന്ന്. പിന്നെ ഞാൻ അഹ്സനിയായി എന്നുപോലെ ഒരു പണ്ഡിതന്മാർ ചിലർ പറഞ്ഞിട്ടുണ്ട്. അത് നുബുവത്തിന്റെ മുമ്പാണ്. അപ്പൊ അന്ന് നബിയായിട്ടില്ല, പിന്നെ നബിയായി. അതതിനെതിരാണോ? നിങ്ങൾ പഠിക്കാത്തതിന് നെല്ലിക്കുത്ത് ഉത്തരവാദിയാണോ? അല്ലല്ലോ. പക്ഷേ ആ ഹിളർ നബിയുടെ സംഭവം നിങ്ങളെ തിരിഞ്ഞു കുത്തുന്നുണ്ട്. കാരണം അത് പറഞ്ഞു കൊടുക്കുന്നത് ഹിളർ നബിയാണ്. അതും ഒരു നബിയാണ് കേട്ടോ. അപ്പൊ നബിമാര് അദൃശ്യകാര്യം അറിയുമെന്നതിന്റെ തെളിവാണ് നിങ്ങൾ പറയുന്നത്. ഈ കാര്യം ഞാൻ പറയുന്നതുണ്ടല്ലോ, ഞാൻ അതായത് സുന്നി പ്രസിദ്ധീകരണത്തിൽ നിന്ന് എഴുതിയെടുത്ത് വന്നതാണ്. അതുകൊണ്ട് ഈ കാര്യം നിങ്ങളെ എം.എ. ജലീൽ സഖാഫിക്ക് തിരിഞ്ഞില്ലല്ലോ എന്നാണ് ഞാൻ പറയുന്നത്. മൂസാ നബിക്ക് തൗറാത്ത് ഏത് സഖാഫി? എം.എ. ജലീൽ സഖാഫി. അതങ്ങൾക്ക് പറ്റിയത് അത് ഞങ്ങളിൽ നിന്ന് ഒഴിവാക്കിയ ഒരാളാണ്. നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അപ്പൊ സുന്നികളിൽ നിങ്ങളിൽ മാത്രമേ നല്ലതുള്ളൂ എന്നല്ലേ അതിന്റെ അർത്ഥം? അതായത് മറ്റുള്ള അതായത് അല്ല, അത് നിങ്ങളെ പോലെ കൊണ്ട് ഞങ്ങൾ പുറത്താക്കിയ ആളാണ് അയാളെ വാക്ക് തെളിവല്ല. ഞങ്ങള് പണ്ട് ഇബിലീസ് സുന്നിയായിരുന്നു, പിന്നെ ഞങ്ങൾ പുറത്താക്കി. ഇനി ഇബിലീസിന്റെ തെളിവ് ഞങ്ങളോട് പറയേണ്ടതില്ല എന്നതുപോലെയാണിതും. അയാൾക്ക് ബോധ്യമായി. പക്ഷെ സുമ്മുൻ ബുക്കുമുൻ ഉമ്യുൻ, കണ്ണും കാതും കൽബും അടഞ്ഞിരിക്കുന്നു, അല്ലാഹ് മൂടി വെച്ചിരിക്കാണ്. മുഅ്മിനീങ്ങളെ, ആഖിറം ഉദ്ദേശിക്കുന്നവർ സുന്നത്ത് ജമാഅത്തിലേക്ക് വന്നുകൊള്ളൂ. അതേ പറയാനുള്ളൂ. നമുക്കൊരാളെ ഹിദായത്താക്കാൻ കഴിയൂല. നമുക്ക് പറഞ്ഞു കൊടുക്കാനേ കഴിയൂ. നമ്മൾ പറഞ്ഞു കൊടുത്തിരിക്കുന്നു. ഈ ജനങ്ങൾ അതിന്റെ സാക്ഷിയാണ്. ഇവിടെയുള്ള ഓരോ മലായിക്കത്തും സാക്ഷിയാണ്. മണൽത്തരികൾ സാക്ഷിയാണ്. ഞങ്ങൾ പഠിച്ചത് ഞങ്ങൾ പറഞ്ഞു കൊടുത്തു, നിങ്ങളെ സംശയം തീരുന്നത് വരെ. എന്നിട്ട് മഹ്ശറയിൽ വരുമ്പോ അല്ലാഹുവിന്റെ മുമ്പിൽ ഞങ്ങളെത്തും. പറയും, ഞങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അല്ലാഹ് നിങ്ങൾ കേൾക്കാത്തത് കൊണ്ടാണെന്ന് ഞങ്ങൾ പറയും. ഈ ജനങ്ങൾ അതിന് സാക്ഷിയാണ്. അല്ലേ? സാക്ഷിയല്ലേ? നിങ്ങൾ പറഞ്ഞ എം.എ. ജലീൽ സഖാഫി അതായത് ഒഴിവായി പോയത് കൊണ്ടാണ് അയാൾക്ക് തെറ്റുപറ്റിയാന്ന് പറഞ്ഞത്. ഇത് ഞാൻ കെ.വി. മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാടിന്റെ ഖുർആൻ പരിഭാഷയിലുള്ളത്. നെല്ലിക്കുത്ത് ഉസ്താദ് എഴുതിയത് കെ.വി. എഴുതിയെന്നോ? നിങ്ങൾ കാണിച്ചു തന്നാൽ നിങ്ങളെ കൂടെ ഇപ്പം മുജാഹിദാവും. ഞാൻ ധൈര്യമുണ്ടോ? കള്ളം. ആളെ പേര് തെറ്റിയതാണ്. നിങ്ങൾ അതൊരു പ്രശ്നമാക്കണ്ട. തെറ്റുപറ്റിയ തെറ്റ് പറ്റും നിങ്ങൾക്കും എപ്പോഴും. ആളെ പേര് പറയുന്നതിൽ തെറ്റുപറ്റിയത് നിങ്ങൾ അതാ പ്രശ്നം. ഞാൻ പറഞ്ഞത് എം.എ. ജലീൽ സഖാഫി എഴുതിയ അതേ കാര്യം തന്നെയാണ് കെ.വി. മുഹമ്മദ് ഖുർആൻ പരിഭാഷയിൽ എഴുതിയത്. അല്ല, അപ്പൊ അതും അദ്ദേഹം പേശത് കൊണ്ട് അങ്ങനെ എഴുതിയതാണോ എന്നാണോ പറയുന്നത് നിങ്ങൾ? അത് പണ്ടൊരാൾ പറഞ്ഞു, നമ്മുടെ എ.പി. ഉസ്താദിനെ കുറിച്ച് ആരെഴുതിയിട്ടുണ്ട്? എ.പി. ഉസ്താദ് മോശമാണെന്ന് മമ്പർത്ത തങ്ങൾ എന്നെ പറഞ്ഞിട്ടുണ്ട്
ഹിജാരി പൊട്ടത്തരം പറയുന്ന മുജാഹിദുകളായിരിക്കും. അപ്പൊ അതുകൊണ്ട് KV മുഹമ്മദ് മുസ്ലിയാർ ഒരിക്കലും നെല്ലിക്കുത്ത് ഉസ്താദ് എഴുതിയത് തെറ്റാന്ന് പറഞ്ഞിട്ടില്ല. ഈ വിഷയമായി നിങ്ങൾക്ക് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഈ ഗ്രൂപ്പ് വിഷയം മറ്റൊന്നും പറയാൻ ഇങ്ങോട്ട് വരണ്ട, നിങ്ങൾ ആശയത്തെ ആശയം കൊണ്ട് നേരിടാം. അതാണ് ഇപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്. മര്യാദക്ക് ചോദിച്ചോളൂ, മാന്യമായി മറുപടി പറയും. ഇനി അല്ലെങ്കിൽ ഒറ്റ ചോദ്യം കൂടി ഈ ജനങ്ങളൊക്കെ കേൾക്കട്ടെ. ചോദ്യകർത്താക്കളായി ഞങ്ങൾ വരാം. നിങ്ങൾക്ക് ചിലപ്പോൾ അറബി അറിയില്ലല്ലോ. നിങ്ങളെ നേതാക്കള് സക്കരിയ സലാഹി ആയാലും കുഴപ്പമില്ല, ഇനി നമ്മളെ ഇബ്രീസ് ആയാലും കുഴപ്പമില്ല, ഏത് പണ്ഡിതനെയും നിങ്ങൾ ഇവിടെ ഹാജരാക്കൂ. എന്നിട്ട് ഇതുപോലെ സ്വതന്ത്രമായി ചോദിക്കാൻ ഒരു അവസരം നൽകൂ. ഞങ്ങൾ വരൂല, ഞങ്ങളെ മുത്താലിമീങ്ങളെ ഞങ്ങൾ പറഞ്ഞേക്കും, ഞങ്ങൾ സാധാരണക്കാരായ പ്രവർത്തകരെ പറഞ്ഞേക്കും. ഉത്തരം പറഞ്ഞ് ഇതുപോലെ ഒരു മുഖാമുഖം സംഘടിപ്പിക്കാൻ ആണത്തമുള്ളവർ മുജാഹിദിനുണ്ടോ? ഇല്ല. കാരണം ആശയ ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലാണ് വഹാബിസം. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറയുന്നു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കുറച്ചുകൂടെ ഓക്കെ. അൽഹംദുലില്ലാഹ്. സദസ്സ് ഒന്നടങ്ങി മുമ്പ് ചോദിച്ചോട്ടെ. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറയുന്നു, സ്ത്രീ പള്ളി പ്രവേശം ഹറാമാണ് എന്ന്. എന്നാൽ രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, സ്ത്രീ ജുമുഅക്ക് ഹാജരായാൽ അവർ ജുമുഅ നമസ്കരിക്കൽ അനുവദനീയമാണ്. നബിയുടെ പള്ളിയിൽ നബിയുടെ പിന്നിൽ പുരുഷന്മാർക്ക് പിന്നിലായി സ്ത്രീകൾ നമസ്കരിച്ചിരുന്നു എന്ന കാര്യം അനിഷേധ്യവും സഹിയായ ഹദീസുകൾ കൊണ്ട് സ്ഥിരപ്പെട്ടതുമാണ്. ഇതിൽ ആര് പറഞ്ഞതാണ് ശരി? ഒന്നുകൂടി എനിക്ക് മനസ്സിലായില്ല, ആ വൈരുദ്ധ്യം മനസ്സിലാവില്ല, ഒന്നുകൂടി പറയാം. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറയുന്നു, സ്ത്രീ പള്ളി പ്രവേശം ഹറാമാണ് എന്ന്. മനസ്സിലായോ? തീർച്ചയായും ഇക്കാലത്ത് ഹറാമാണ്. ഓക്കെ. പിന്നെ ഒന്നുകൂടി ഒറ്റൊന്ന് അടങ്ങളിപ്പം ചിലപ്പോ സ്ത്രീ പള്ളി പ്രവേശം എന്ന് പറഞ്ഞു കൊടുത്ത് ഞങ്ങളൊന്ന് പറയാനുണ്ട്. സ്ത്രീ പള്ളിയിലേക്ക് പ്രവേശിക്കുക എന്നതല്ല പ്രശ്നം, മനസ്സിലാക്കണം. പിന്നെ നിസ്കാരത്തിന് വേണ്ടി വസതികളിൽ നിന്ന് പരപുരുഷന്മാരുള്ള പള്ളികളിലേക്ക് വരിക എന്നതാണ് പ്രശ്നം. വിഷയം നിങ്ങൾ മാറ്റരുത്. അതെ, അത് ഓക്കെ, അതൊക്കെ മനസ്സിലായി. ചോദ്യം തുടങ്ങുന്നതിന് മുന്നേ തിരിഞ്ഞിന്. ഇനി പറയും. ഓക്കെ. പിന്നെ എന്നാൽ രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, സ്ത്രീ ജുമയ്ക്ക് ഹാജരായാൽ അവർ ജുമാ നമസ്കാരം അനുവദീയമാണ്. നബിയുടെ പള്ളിയിൽ ഒരു മിനിറ്റ് തേച്ചും പറയട്ടെ, ഓരോന്നോരോന്ന് പറയട്ടെ. പറയുന്ന അതോ നിങ്ങൾ വേറെ വായിക്കില്ല? ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറയാം. അതാണ് ഞാൻ പറയുന്നത്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി പറഞ്ഞു, സ്ത്രീ ജുമയ്ക്ക് ഹാജരായാൽ അവർ ജുമാ നമസ്കരിക്കൽ അനുവദനീയമാണ്. നബിയുടെ പള്ളിയിൽ നബിയുടെ പിന്നിൽ പുരുഷന്മാർക്ക് പിന്നിലായി സ്ത്രീകൾ നമസ്കരിച്ചിരുന്നു എന്ന കാര്യം അനിഷേധ്യവും സഹീഹായ ഹദീസുകൾ കൊണ്ട് സ്ഥിരപ്പെട്ടതുമാണ്. അതാര് പറയുന്നു? ഇമാം ഷാഫി. എവിടെ പറഞ്ഞു? നവവി റഹ്മത്തുള്ളാഹി എവിടെ പറഞ്ഞു? ഷറഫുൽ മുഹദ്ദബ് 4-ാം വാള്യം 484. എന്നിട്ട് സംശയമുണ്ട് ഉസ്താദ്? ഐബാറത്തൊന്ന് വായിക്കേ. അതെന്നെ പഠിച്ചേ. അല്ല, ഇതാണ് ലാസ്റ്റ് ചോദ്യം കിട്ടാണ്ടെടുക്കുമ്പോൾ ഉസ്താദിന് ഒരുപാട് ഹദീസ് ഞാൻ പറഞ്ഞുതരാം. അല്ലല്ല, ഇതിനെ പറ്റി തന്നെ ഞാൻ പറഞ്ഞുതരാം. ഞാൻ അതിന് മറുപടി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഉസ്താദ്. ഒരു മിനിറ്റ്. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു എന്ന് പറഞ്ഞു വായിച്ചാ ഇബാറത്ത് ഒന്നും ഇങ്ങോട്ട് വായിച്ചാ വിഷയം തീരും. ഉസ്താദെ, ഞാൻ മലയാളത്തിലാണ് വായിക്കുന്നത്. നിങ്ങൾക്ക് മലയാളത്തിൽ ഷറഹുൽ മുഹദ്ദബിൽ ഇല്ല. ഒരു കാര്യം ചെയ്യാം ഉസ്താദ്, നാളെ ഞാൻ ഇവിടെ തന്നെ ഉസ്താദ് ഇപ്പൊ തന്നെ ആയിക്കോട്ടെ, ഞങ്ങൾ സമയം തരാം, നിങ്ങൾ കൊടുത്തോളൂ. ഓക്കെ ഉസ്താദെ, നമ്മൾ കുറച്ച് ശിവാജി കാറിൽ പോകണം, നിങ്ങൾക്ക് കൊണ്ടുവന്നു തരാം. നാളെ വാ, ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത കാര്യം ഞാൻ നാളെ നിങ്ങളോട് സംശയം ചോദിക്കാൻ വേണ്ടി ഒരു കാര്യം കേട്ടോളൂ, ഞാൻ മറുപടി അങ്ങ് പറഞ്ഞുതരാം. കൊടുക്ക്. ഓക്കെ, കൊടുക്ക്, കേട്ടോളൂ. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കിയോളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പള്ളികളിൽ സ്ത്രീകൾ വന്നിരുന്നു എന്നാണ് മൂപ്പര് പറഞ്ഞ ഒരു കാര്യം. 2, ഇമാം നബവി പറഞ്ഞിട്ടുണ്ട്, സ്ത്രീ പള്ളിയിൽ വന്ന് നിസ്കരിച്ചാൽ ആ നിസ്കാരം അവൾക്ക് മതിയാകുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണ് നിങ്ങൾ പറഞ്ഞത്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇതാണ് കിതാബ് മനസ്സിലാക്കണം എന്ന് പറഞ്ഞത്. ഓരോന്ന് നമ്മൾ എടുക്കുകയാണ്. കാന്തപുരം ഉസ്താദ് പറഞ്ഞത് എന്താ? ഈ കാലത്ത് സ്ത്രീകൾ പള്ളിയിലേക്ക് ജുമുഅ ജമാഅത്തിന് വരുന്നത്, ഖുറൂജ് പുറപ്പെടൽ ഹറാമാണ് എന്നാണ്. ഇനി അവിടെ ഒരു മസ്അല, ഒരു പെണ്ണ് ആ വിലക്ക് ലംഘിച്ച് വന്നാൽ
വിലക്ക് ലംഘിച്ചു വന്നാൽ, എന്നിട്ട് അവൾ ജുമ നിസ്കരിച്ചു, എന്നാൽ പിന്നെ അവൾക്ക് ലൊഹ്ർ നിസ്കരിക്കണോ വേണ്ടേ എന്ന ഒരു ചർച്ച. ആ ചർച്ചയിലാണ് ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് അത് അവൾക്ക് മതി. അതിന്റെ അർത്ഥം ഹറാമില്ല എന്നല്ല. ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. നിങ്ങൾ നന്നായി പഠിക്കണം. എനിക്ക് പഠിപ്പിച്ചു തരലൊക്കെ പിന്നെ ആവാം. ആദ്യം സ്വന്തം ഒന്ന് പഠിക്കുക. എന്തെന്നറിയോ, ഒരാള് ശരിക്കും മനസ്സിലായി വേറൊരാളുടെ സ്ഥലത്ത് അത് അന്യായമായി പിടിച്ചെടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു, ആ സ്ഥലത്ത് വെച്ചാണ് അയാൾ ലൊഹ്ർ നിസ്കരിക്കരുത്. ഈ നിസ്കാരത്തിന്റെ വിധി എന്താണ്? ഹറാമാണ്. കാരണം എന്താ, അന്യ ആളുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് അയാളുടെ സമ്മതമില്ലാതെ ലൊഹ്ർ നിസ്കരിക്കുന്നത് കുറ്റമാണ്. പക്ഷേ ആ നിസ്കാരം അവന് മതി. പിന്നെ ലൊഹ്ർ മടക്കി നിസ്കരിക്കണോ? അത് വേണ്ട. നിസ്കാരം സഹിയാണ്, പക്ഷേ അത് ഹറാമുമാണ്. അതാണ് നിങ്ങളാ വായിച്ച ഇബാറത്ത്. അപ്പോ ഇത് രണ്ടും എതിരല്ല. സ്ത്രീകൾ നിസ്കാരത്തിന് വേണ്ടി പുറപ്പെടുന്നത് ഹറാമ് തന്നെ. ഇനി ഒരു പെണ്ണ് എനിക്ക് ഹറാമൊന്നും പ്രശ്നമില്ല എന്ന് പറഞ്ഞ് ഹറാമ് ചെയ്യാൻ തീരുമാനിച്ചു വന്ന് എന്നിട്ട് നിസ്കരിച്ചാൽ അങ്ങനെ നിസ്കരിച്ചാൽ അന്ന് വേറെ ലൊഹ്റോണ് നിസ്കരിക്കണ്ട. പക്ഷേ നിസ്കരിച്ചത് ഹറാമു തന്നെയാണ്. അത് കാന്തപുരം പറഞ്ഞതല്ല. ബഹുമാനപ്പെട്ട ഇമാം നബവിയുടെ വാക്ക് വിശദീകരിച്ചുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ഖാത്തിമത്തുൽ മുജ്തഹിദീൻ മുഹഖ്ഖിഖീൻ ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി തന്റെ ഫതാവൽ കുബ്രയിൽ വ്യക്തമായി തന്നെ പറഞ്ഞു, കാലത്ത് ഫിത്ന ഉറപ്പായ കാലത്ത് സ്ത്രീകൾ പള്ളിയിലേക്ക് പുറപ്പെടുക എന്നത് ഹറാമാണെന്ന് ഉറപ്പിച്ചു പറയണമെന്ന് ഇമാം നബവിയുടെ വാക്കുകളടക്കം വിശദീകരിച്ച് ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി ഫതാവൽ കുബ്രയുടെ 1-ാം ഭാഗത്തിന്റെ 72-ാമത്തെ പേജിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ നന്നായിട്ടൊന്ന് ചിന്തിക്കുക. രണ്ടും രണ്ടാണ് എന്നാണ് എന്റെ സുഹൃത്തിനോട് പറയാൻ. ഇനി ഉപരി പറയട്ടെ. അല്ല ഉസ്താദേ, അവൻ പറഞ്ഞത് നബിയുടെ പള്ളിയിൽ നബിയുടെ പിന്നിൽ പുരുഷന്മാർക്ക് പിന്നിലായി സ്ത്രീകൾ നമസ്കരിച്ചിരുന്നു എന്ന കാര്യം അനിഷേധ്യവും, അതായത് നിഷേധിക്കാനാവാത്തത്. അതിന് ബന്ധ ഓക്കെ, സഹീഹായ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടതുമാണ്. അതായത് നബിയുടെ കാലത്ത് നബിയുടെ പള്ളിയിൽ വന്ന് നിസ്കരിച്ചിട്ടുണ്ട്. ഞാൻ ആരും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമുക്ക് എന്തുകൊണ്ടാണ് നിങ്ങൾ ഹറാമാന്ന് പറയാൻ കാരണമായി അതിരിക്കി പറഞ്ഞുതരാ. നബിന്റെ കാലത്ത് നബിന്റെ സ്വഹാബികൾ കള്ളു കുടിച്ചിരുന്നു എന്നത് അനിഷേധ്യമായി സ്ഥിരപ്പെട്ടതാണ്. ആർക്കെങ്കിലും തർക്കമുണ്ടോ? ഇല്ല. പക്ഷെ പിന്നെ അത് നിരോധിച്ചപ്പോ പിന്നെ ചെയ്തില്ല. ഇതുപോലെ പഴയ കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്ലാമിക പ്രബോധനം നടത്തിയ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ, അതാണ് ബുഖാരിയുടെ ഹദീസ്. നിങ്ങൾ ഹദീസ് വായിക്കുമ്പോ അതിന്റെ ബാക്കി ഭാഗത്ത് തന്നെയുണ്ട്. അള്ളാഹുവിന്റെ കർത്താവ് ശ്രദ്ധിക്കണം, അള്ളാഹുവിന്റെ റസൂൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പള്ളിയിൽ പോയിരുന്നു എന്ന് പറഞ്ഞ സ്ഥലത്ത് തന്നെ ബുഖാരിയിലുണ്ട്. വദാലിക ഖബ്ല അൻ യന്തശിറൽ ഇസ്ലാം, അത് ഇസ്ലാം വ്യാപിക്കുന്നതിന്റെ മുമ്പായിരുന്നു. അപ്പൊ ഇസ്ലാം വ്യാപിക്കുന്നതിന്റെ മുമ്പായിരുന്നു. പിന്നെയോ പിന്നെ പോകാൻ പാടില്ലെന്ന് പാസാക്കി. ഉമ്മു ഹുമൈദിന് സാഇദി അള്ളാഹുവിന്റെ റസൂലിനോട് വന്നിട്ട്, നബിയേ ഞാൻ അങ്ങയുടെ പള്ളിയിൽ വരട്ടെ എന്ന് പറഞ്ഞപ്പോ, വരണ്ട, വീട്ടിന്റെ ഉള്ളിൽ വെച്ച് നിസ്കരിച്ചോ എന്ന് ബഹുമാനപ്പെട്ട മുഹമ്മദ് റസൂലുള്ളാഹി പഠിപ്പിച്ചു. ആ ഹദീസ് വ്യക്തമായി പഠിപ്പിച്ചപ്പോ സ്വഹാബിയാക്കൾ പോക്ക് നിർത്തി. അപ്പൊ പോയിരുന്നു എന്ന് പറഞ്ഞ് സത്യമാണ്. പക്ഷേ എന്റെ ചോദ്യം അതല്ല. ഇമാം നബവിയുടെ ശറഹ് മുഹദ്ദബ് നിങ്ങൾ കൊണ്ടുവരൂ. ആ ശറഹ് മുഹദ്ദബിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് അള്ളാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാരോ അള്ളാഹുവിന്റെ റസൂലിന്റെ പെൺമക്കളോ അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് മുഅ്മിനാത്തുകളെ പോയിരുന്നുവെന്നും അതുകൊണ്ട് ഇക്കാലത്ത് ഹറാമില്ല പോകാമെന്നും ഇമാം നബവി പറഞ്ഞതായി നിങ്ങൾ പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് എന്റെ ഭാര്യയെ നാളെ ഞാൻ പള്ളിയിലേക്ക് പറഞ്ഞേക്കും, ഈ ഇരിക്കുന്ന ജനങ്ങളും പറഞ്ഞേക്കും. ശറഹുൽ മുഹദ്ദബിൽ അങ്ങനെ ഒരു വാചകം ഇമാം നബവി ഈ ഹദീസുകൾ ഉദ്ധരിച്ച് ഇക്കാലത്ത് പോകാമെന്ന് തെളിയിച്ചാൽ നാളെ മുതൽ ഇൻഷാ അല്ലാഹ് ഞങ്ങളെ പള്ളിയില് അതിനുള്ള സൗകര്യം ഏർപ്പെടുത്തും. അല്ല സാറേ, ഉറപ്പാ. ഒറ്റ കാര്യങ്ങൾ ചെയ്യേണ്ടതുള്ളൂ. ഇമാം നബവിന്റെ ശറഹുൽ മുഹദ്ദബിൽ ഇക്കാലത്ത് പള്ളിയിലേക്ക് പെണ്ണിന് പോകാം എന്ന ഒരു ഇബാറത്ത് നിങ്ങൾ കാണിച്ചു തന്നാൽ നിങ്ങളെ വെല്ലുവിളിക്കാണ്. ഇപ്പൊ തന്നെ ഞങ്ങൾ എത്ര സമയം ഇവിടെ ഇരുന്നൂടെ? മൂപ്പരാ കിതാബ് കൊണ്ടുവരാൻ ഇന്ന് രാവിലെ വരെ ഇരിക്കുക ഇൻഷാ അല്ലാഹ്. നിങ്ങളൊന്ന്
ശിവാജി ഇവിടെ അടുത്തല്ലേ? ആ കൊണ്ടുവന്നോളൂ, ഞങ്ങൾ ഇവിടെ ഇരുന്നോളാം. ഞങ്ങൾ വേണമെങ്കിൽ കൊണ്ടുവരാം, സൗകര്യം ചെയ്തു തരാം. ആ, ഉസ്താദിന്റെ ഭാര്യയെ എന്തായാലും പള്ളിയിലേക്ക് കൊണ്ടുവരേണ്ടി വരും. കാരണം ആ, ബുഹാരി, സഹീഹുൽ ബുഹാരി. ഞാൻ പറയട്ടെ, സഹീഹുൽ ബുഖാരി വേറെ ഒരു വിഷയം. നമ്മൾ ഓരോന്ന് തീർക്കാന്നുള്ളതാണ് ഞങ്ങളെ പദ്ധതി. കാരണം ഞങ്ങൾക്ക് ഈ ആൾക്കാർക്കൊക്കെ ഉറങ്ങണ ഒരുപാട് പണിയുണ്ട്. അപ്പൊ എല്ലാം കൂടി ഇങ്ങനെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് എന്താ അറിയോ? ആ, ഞങ്ങൾ കൊടുന്നേരാം ബൈക്ക് അല്ലേ, സാധനം കയ്യിലല്ലേ? ഉസ്താദേ, ഞാൻ പറഞ്ഞു വന്നത് നിങ്ങളിവിടെ രാവിലെ വരെ ഇവിടെ ഇരിക്കാൻ തയ്യാറാണ് നിങ്ങളെന്ന് പറഞ്ഞു. ഓക്കെ, ഇപ്പൊ ഞാൻ ബുഹാരി ഇത് മാത്രമല്ല, ഷറഹുൽ മുഹദ്ദബിൽ മാത്രമല്ല ഉസ്താദെ പറയാം. നിങ്ങൾ ഉരുണ്ടണ്ട, നിങ്ങൾ ഇതും പറഞ്ഞിട്ട് ഉരുണ്ട് പോകേണ്ട പിന്നെ പറയും. 1922 ഒരു മിനിറ്റ് അതാ മൈക്ക് പിടിച്ചത്. അത് ഹംസകോലവരോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് മൈക്ക് പിടിച്ചത്. അത് ഞാൻ ആദ്യം പറഞ്ഞത്. അത് ഞാൻ നിങ്ങൾക്ക് ഞാൻ ബുഖാരി പറയാൻ സമയം തരും. അതിനെന്തിനാ പേടിക്കണ്? ബുഖാരി ചർച്ച ചെയ്തിട്ട് ഞാൻ പോവും ഇൻഷാ അല്ലാഹ്. ഞാനും എന്റെ സുഹൃത്തുക്കളായ ഈ ഇരിക്കുന്ന ചെറുപ്പക്കാരായ പണ്ഡിതന്മാർ, അല്ലാഹു ദീർഘായുസ്. ചോദ്യകർത്താവ് ഇവിടെ ശ്രദ്ധിക്കാം. നിങ്ങൾക്ക് ബുഖാരിന്റെ ഹദീസ് വായിക്കാൻ ഞാൻ സൗകര്യം തരും. നിങ്ങളൊരു പേടിയും പേടിക്കണ്ട. ഞങ്ങളിവിടെ ജീവനോടുണ്ട്, നിങ്ങൾക്ക് അവസരം തരും. നിങ്ങൾ എന്തിനാ പേടിക്കണ്ട്? എന്തിനാ? അല്ലാഹ് തൗഫീഖ് തന്നതല്ലേ? ഞങ്ങൾക്കല്ല ആരോഗ്യം തന്നിട്ടുണ്ട്. ഞങ്ങളെ ഉസ്താദുമാരെ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അള്ളാന്റെ ദുനിയാവിൽ പാവപ്പെട്ട സഹോദരന്മാർ ഇരിക്കാനും തയ്യാറാണ്. നിങ്ങൾ പേടിക്കണ്ട. ബുഖാരിന്റെ ഹദീസ് നമുക്കൊന്ന് വായിച്ച് തീരുമാനിക്കാം. പക്ഷേ ആദ്യം പറഞ്ഞതിന്റെ നിജസ്ഥിതിയെ ശ്രദ്ധിക്കും. ആദ്യം പറഞ്ഞതിന്റെ യാഥാർത്ഥ്യം ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ഇമാം നബവിയുടെ ശറഹ് മുഹദ്ദബിൽ സ്ത്രീകൾ പള്ളിയിൽ പോകാം ഇക്കാലത്ത് എന്ന് പറഞ്ഞതായി ഞങ്ങളുടെ നേതാവായ ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം നബവിയുടെ മേലിൽ പച്ചക്കള്ളം പറഞ്ഞു. ഞങ്ങളെ നേതാവ് പഠിപ്പിച്ചത് പോകൽ ഹറാമാണെന്നാണ്. ആ നേതാവിനെ കുറിച്ച് നിങ്ങൾ പച്ചക്കള്ളം പറഞ്ഞില്ലേ? അതാ ഞങ്ങൾ ചോദിച്ചത്. അത് നിങ്ങളില്ലാന്ന് പറഞ്ഞ അടുത്ത ചോദ്യങ്ങൾക്ക് ചോദിക്കാം. നബിയോ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് നിങ്ങൾക്ക് അഭിപ്രായം, ഞാൻ അടുത്ത ചോദ്യത്തിന് സൗകര്യം തരും. ഇല്ലെങ്കിൽ നിങ്ങൾ കൊണ്ടുവരാം, ഞങ്ങൾ ഇവിടെ ഇരിക്കാം. മൂപ്പര് അതിനെ കുറിച്ച് പറയട്ടെ. ബുഖാരിന്റെ ഹദീസൊക്കെ ഞങ്ങൾക്ക് ചർച്ച ചെയ്യാൻ സൗകര്യം ഏർപ്പെടുത്തി. സ്ത്രീ ജുമയ്ക്ക് ഹാജരായാൽ അവൾ ജുമ നിസ്കരിക്കൽ അവന് അനുവദനീയമാണ് എന്ന് ഇബ്നു മുൻദിറും മറ്റ് മുസ്ലിം സമൂഹത്തിന്റെ ഇജ്മാ, അതായത് ഏകകണ്ഠമായ അഭിപ്രായം ഉദ്ധരിച്ചിട്ടുണ്ട്. ഇത് ശറഹുൽ മുഹദ്ദബിലുള്ളതാ. ഉസ്താദിന്റെ അഭിപ്രായം ഓരോന്ന് തെളിയിക്കാം. അല്ല, ഇതുണ്ടോ ഇല്ലയോ നമുക്ക് തെളിയിക്കാം. അല്ല, സമ്മതിച്ചോ? രണ്ടും ഉണ്ട് എന്നാ പറയുന്നത്. രണ്ടും ഒരേ പറഞ്ഞ് തെളിയിക്ക്. എന്നിട്ട് രണ്ടാമത് പറയുന്നത് ഒന്ന് തന്നെ ഉസ്താദേ. രണ്ടും ഒന്നല്ല, രണ്ടും ഒന്നാണ്. അല്ല, ഒന്നാണെന്ന് പറഞ്ഞതുകൊണ്ട് ഒന്നാവൂല. നിങ്ങളെ കയ്യിൽ ശറഉൽ മുഹദ്ദബില്ല. ഞങ്ങൾ ശറഉൽ മുഹദ്ദബ് പഠിച്ചിട്ടാണ് വരുന്നത്, ശറഉൽ മുഹദ്ദബ് നോക്കിയിട്ടാ വരുന്നത്. ഇമാം നബവിയുടെ കിതാബിൽ നിങ്ങൾ വായിച്ചത് രണ്ടും രണ്ടാണ്. എന്റെ ചോദ്യം, ഇക്കാലത്ത് പള്ളിയിൽ പോകാമെന്ന്, അത് അനുവദനീയമാണെന്ന് ഇമാം നബവി പറഞ്ഞ ഒരു ഇബാറത്ത് ശറഉൽ മുഹദ്ദബിൽ കാണിച്ചു തന്നാൽ നാളെ മുതൽ ഞങ്ങളുടെ പള്ളിയിൽ സൗകര്യം ഏർപ്പെടുത്തും. അത് പറയേണ്ടല്ലേ? അതിന് പറയും. ആ, രണ്ടാമത്തെ കാര്യം, പിന്നെ അതിന് ഞങ്ങൾ ഇവിടെ ഇരുന്നരാം, ഞങ്ങൾ ഇരുന്നരും. നിങ്ങൾ ഇതിൽ പറയും, ശറഉൽ മുഹദ്ദബിൽ പറയുന്നതിനെ കുറിച്ചും പറയും. പറയുന്നതന്നെ ഞാൻ പറയുന്നത്. ആദ്യം പറഞ്ഞു പറയും. അതന്നെ രണ്ടും ഒരേ വാക്യാണ് ഉസ്താദ്. ആ ഇബാറത്തുകളൊന്ന് വായിക്കുന്നാല്. അതെ ഉസ്താദെ, ഞങ്ങൾക്ക് ഈ വള്ളിയും പുള്ളിയും ഇല്ലാത്ത വലിയ വായിക്കാൻ അറിയില്ല. എന്നാൽ ഉസ്താദ് ഒരു കാര്യം ചെയ്യാം, ഒരു അറിയുന്ന ഒരാളെ ഇങ്ങോട്ട് പറഞ്ഞേച്ചോ, ഓർ വായിച്ചോട്ടെ. വേണ്ട, ഒരു അറിയുന്ന ഇവിടെ ആരെങ്കിലും ഇങ്ങോട്ട് വാങ്ങിയത്, ഇങ്ങോട്ട് വാങ്ങി ഞാൻ വായിച്ചു തരാലോ. നമ്മൾ വായിക്കാം. ഇവർ വായിക്കല്ലോ, ഞാൻ വായിച്ചു. വേണ്ട, ഞാനത് പറഞ്ഞിരുന്നേ. ഒരു മിനിറ്റ്, വേണ്ട, ഓടിയാൻ വായിച്ചോട്ടെ, ഇവിടുന്ന് വായിച്ചോട്ടെ. ആ, ഉസ്താദ് അവിടെ എത്തിയിട്ടുണ്ട്. അത് വായിക്കും. ഉസ്താദ് വായിക്കും. കൊടുക്ക്. ഉസ്താദ് വായിക്കും. വേറെ ഉസ്താദ്. ആ, ബാക്കി എല്ലാവരും ഇരിക്കുമ്പോൾ പേരൊന്ന് വായിക്കട്ടെ, എല്ലാവരും. അപ്പൊ ഒരു കാര്യം മനസ്സിലായിട്ടോ? എല്ലാവരും ഒന്നിരിക്കെ. മുജാഹിദുകൾക്ക് അറബി അറിയില്ല എന്നത് വ്യക്തം. ഇനി നമ്മളെ ആള് വായിക്കട്ടെ. ആ, വായിക്കും. ഫഖദ് നഖല ഇബ്നുൽ മുൻദിരി വഗൈറുഹു വൽ ഇജ്മാ അലാ അന്നഹാ ലൗ ഹളറത്ത് വസല്ലത്തിൽ ജുമുഅ ജാസ. ഓക്കേ, ഇനി അതിന്റെ അർത്ഥം ഞാനൊന്ന് വായിച്ചുതരാം. നിങ്ങൾ തൽക്കൊന്ന് വായിക്കും. വഖദ് സബതത്തിൽ അഹാദീസു സഹിഹത്തു സഹിഹത്തുൽ മുസ്തബിയത്തു അന്ന നിസാ കുന്ന യുസല്ലീന ഖൽഫ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
ഫീ മസ്ജിദിഹി ഖൽഫർ റിജാൽ. ഇനി അർത്ഥം ഞാനൊന്ന് പറയാം. സറൽ മുഅദ്ദബ് 4 അതിന്റെ അർത്ഥം ഞാനൊന്ന് പറഞ്ഞത് ആദ്യം മുതൽ ഒന്ന് വായിച്ചോളി. നിങ്ങൾ എന്നെ വായിക്കും. ഞാൻ അർത്ഥം പറഞ്ഞു സദസ്സ് കേൾക്കട്ടെ. ഒന്നുകൂടി വായിച്ചോളി. അല്ല, മൂപ്പർക്ക് വായിക്കാൻ കഴിയില്ല. അറബി അറിയാത്ത ആളെടുത്ത് കൊടുത്തിട്ട് യാതൊരു കാര്യമില്ല. നിങ്ങൾ വായിക്കും. മൂപ്പര് പറയട്ടെ. എല്ലാവരും കേട്ടോളൂ അതിന്റെ അർത്ഥം കേട്ടോ. ഇതിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ശ്രദ്ധിച്ചോളി. തീർച്ചയായും ഉദ്ധരിച്ചിട്ടുണ്ട് ഇബ്നുൽ മുൻദിർ എന്ന പണ്ഡിതൻ പറയും. അവരെല്ലാത്തവരും ഏകോപിച്ച അഭിപ്രായത്തെ ആ സ്ത്രീ അവൾ ഹാലിറായാൽ അനുസ്കരിക്കുകയും ചെയ്താൽ അത് അവൾക്ക് മതിയാകുന്നതാണ്. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. ഒരു പെണ്ണ് പള്ളിയിലേക്ക് വന്നാൽ അത് മതി, വരണമോ വേണ്ടേ അത് വേറെ ഒരു ചർച്ചയാണ്. ഫുഖാഹിന്റെ ചർച്ച നിങ്ങൾക്ക് തിരിഞ്ഞിട്ടുണ്ടോ? ഒരാള് ലിംഗം എടുത്ത് മുറിച്ച് പൊടിയാക്കി അതിനെ തൊട്ടാൽ ഒതു മുറിയല്ലേ? ഫുഖാഹിന്റെ ചർച്ചയാണ്. അപ്പൊ ഒരു മൗലവി ലിംഗം മുറിക്കാം, തൊടാം, ഇതൊന്നും അതിന്റെ അർത്ഥമല്ല. ഒരാൾ വ്യഭിചരിച്ചാൽ അയാൾ കുളിക്കുമ്പോ കുളിന്റെ സുന്നത്തിനെ വീട്ടുന്നു എന്ന് കരുതണം. അതിന്റെ അർത്ഥം വ്യഭിചരിക്കണം ഇല്ല, അത് വേറെ സ്ഥലത്ത് പറയും. അവ പോയാൽ മതി, പോണോ വേണ്ടേ അത് ഇമാം ഇബ്നു ഹജർ പറഞ്ഞു പോകൽ ഹറാമാണ്. ഇനി വായിക്കും. ഹദീസുകൾ സ്ഥിരമായി വന്നിട്ടുണ്ട്. സ്ത്രീകൾ തങ്ങളുടെ പിന്നിൽ നിസ്കരിച്ചിരുന്നു എന്ന് ഹദീസിലുണ്ട്. റസൂലുള്ളാഹിന്റെ പള്ളിയിൽ നിസ്കരിച്ചിരുന്നു എന്നുണ്ട്. അത് നമ്മൾ പറയുന്നതിനല്ല, നിസ്കരിച്ചു എന്ന് നമ്മൾ സമ്മതിക്കുന്നു. പക്ഷേ അത് ഇസ്ലാമിന്റെ ആദ്യകാലത്താണെന്ന് ബുഖാരിയിൽ തന്നെയുണ്ട്. ഇസ്ലാം അത് ഇസ്ലാമിന്റെ ആദ്യകാലത്തായിരുന്നു. ഇസ്ലാമിന്റെ ആദ്യകാലത്ത് നടന്നത് പിൽക്കാലത്തുള്ളവർക്ക് തെളിവല്ല. അത് പിന്നെ നിരോധിക്കപ്പെട്ടു. എന്ന് പറഞ്ഞ് ആ പണി തന്നെ നിർത്തൽ ചെയ്തു. അതുകൊണ്ടാണ് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു, എല്ലാവരും മനസ്സിലാക്കിക്കോളൂ, ഞമ്മക്ക് പള്ളിയിൽ പോകരുത് എന്നുള്ളതിന് തെളിവെന്താണെന്നറിയോ? റസൂലുള്ളാഹിന്റെ വാക്കാണ്. ഏത് വാക്ക്? ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദല്ലാഹ്. അത് അല്ലാഹുവിന്റെ ദാസികളായ സ്ത്രീകളെ പള്ളിയിൽ നിന്ന് തടയരുത് എന്ന് ബഹുമാനപ്പെട്ട മുഹമ്മദ് റസൂലുള്ളാഹി പറഞ്ഞ ഹദീസ് ഇമാം ശാഫിഈ തന്റെ ഇഖ്തിലാഫുൽ ഹദീസിലും കൊണ്ടുവരുന്നു. എന്നിട്ട് ശാഫി ഇമാം പറയാണ്, നല്ലോണം മനസ്സിലാക്കിയോളൂ. ചില ആൾക്കാരിങ്ങനെ ചോദിക്കും, എന്തെന്നറിയോ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടില്ലേ എന്ത് അള്ളാഹുവിന്റെ അടിമകളായ സ്ത്രീകളെ പള്ളിയിൽ നിന്ന് തടയരുത് എന്ന് പറഞ്ഞിട്ടില്ലേ? ശാഫി ഇമാം പറയാണ്, അതുകൊണ്ട് ഒറ്റ പള്ളിയിൽ നിന്നും തടയരുത് എന്നാണോ അതിന്റെ അർത്ഥം? ശാഫി ഇമാം പറഞ്ഞു, ഞാൻ എല്ലാ ഹദീസും പരിശോധിച്ചപ്പോ എനിക്ക് വ്യക്തമായി തടയരുത് എന്ന് പറഞ്ഞത് എല്ലാ പള്ളിയും അല്ല. മക്കയിലെ മസ്ജിദുൽ ഹറാമാകുന്ന പള്ളി, ആ പള്ളിയിലേക്ക് ഹജ്ജിന് പോവാൻ സമ്മതം ചോദിച്ചാൽ തടയരുത് എന്നാണ് അതിന്റെ അർത്ഥമെന്ന് ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു എന്നിട്ട് ഒന്നുകൂടി പറഞ്ഞു. അപ്പൊ മനസ്സിലായി, മസ്ജിദുൽ ഹറാമിലേക്ക് തടയരുത് എന്ന് മാത്രമല്ല മറ്റു പള്ളികളിലേക്ക് സ്ത്രീകൾ ഫാത്തിമാ ബീവി പോയില്ല. എന്നിട്ട് ശാഫി ഇമാം പറഞ്ഞു, പെണ്ണ് പള്ളിയിലേക്ക് പോകുന്നതിൽ വല്ല പുണ്യവും ഉണ്ടായിരുന്നുവെങ്കിൽ വലൗകാന ലഹുന്ന ഫദ്ലുൻ, വല്ല ശ്രേഷ്ഠതയും അവർക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാർ പോകുമായിരുന്നു, അല്ലാഹുവിന്റെ റസൂലിന്റെ പെൺമക്കൾ പോകുമായിരുന്നു. പോയില്ല എന്ന് മാത്രമല്ല, മസ്ജിദുൽ ഹറാം തടയരുത്, മറ്റു പള്ളികൾ തടയണം എന്നാണ് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച അർത്ഥമെന്ന് ഇമാം ശാഫിഈ വ്യക്തമായി തന്റെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത്രയും വ്യക്തമായി പറഞ്ഞ ശാഫി ഇമാമിന്റെ പേരിൽ നിങ്ങൾ ആരോപണം ഉന്നയിക്കുന്നത് ഒരിക്കലും ശരിയല്ല. മുജാഹിദുകൾ ന്യായം പറയാൻ, ഇബാദത്തിൽ എന്ത് വ്യത്യാസം? ആരാധനയിൽ ലിംഗവ്യത്യാസം പാടുണ്ടോ? അതാപ്പോ വലിയ ചോദ്യം. ഞാൻ പറയുന്നു, ലിംഗവ്യത്യാസം ആരാധനയിൽ ഇല്ല എന്നത് ആദ്യം കാണിച്ചു കൊടുക്കേണ്ടത് മുജാഹിദുകളാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ ബാംഗ്ലൂരിൽ മുജാഹിദുകൾക്ക് പള്ളിയില്ലേ? ബാങ്ക് കൊടുക്കാറില്ലേ? പള്ളിയിൽ നിന്ന് ബാങ്ക് ആരാധനയല്ലേ? ഇന്ന് വരെ മുജാഹിദുകൾ ഒരു പെണ്ണിന് ബാങ്ക് കൊടുക്കാൻ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ടോ? ഉണ്ടോ? എന്തുകൊണ്ട് ഇല്ല? ഇബാദത്തല്ലേ അത്? ഒരു പെണ്ണ് ഖുത്ബ ഓതിയിട്ടുണ്ടോ? എന്താ നിങ്ങൾ അവസരം കൊടുക്കാത്തത്? ആള് കൂടൂലേ? എന്തേ നിങ്ങൾക്ക് ഈ അവസരം കൊടുത്തുകൂടെ?
നിങ്ങൾ നാളെ പഠിക്കണം. അല്ലാഹുവിന്റെ ദാസിയായ അടിമയല്ലേ? ഇബാദത്തിൽ എന്ത് വ്യത്യാസം? പെണ്ണ് ഖുത്ബയോടട്ടെ, പെണ്ണ് നിർവഹിക്കട്ടെ, ബാങ്ക് നല്ല രസമുണ്ടാവും. നിങ്ങൾ ബാങ്ക് ഒന്ന് പെണ്ണിനെ കൊണ്ട് കൊടുപ്പിക്കുക. മയ്യത്തിന്റെ കൂടെ നടക്കേണ്ട ഇബാദത്തല്ലേ? പെണ്ണിനെ കൊണ്ടുപോകണം. നിങ്ങൾ എല്ലാ രംഗത്തും സമത്വം അത് നിങ്ങൾ ഏർപ്പെടുത്തണം. നിക്കാഹി, ഞങ്ങളുടെ നാട്ടിലൊക്കെ നിക്കാഹി എല്ലാ സ്ഥലത്തും പുതിയാപ്പള വരൻ വന്നിട്ട് വധുവിന്റെ പിതാവിനോട് പറയും, അല്ലെ? വധുവിന്റെ പെണ്ണിന്റെ വാപ്പ പിതാവ് വന്നിട്ട് പുതിയാപ്പള വരനോട് പറയാണ്, എന്റെ മകളെ എനിക്ക് ഞാൻ കെട്ടിച്ചു വന്നു, വിവാഹം ചെയ്തു വന്നു. അയാൾ പറയും, ഞാൻ സ്വീകരിച്ചു. ഞാൻ ചോദിക്കുന്നു, മുജാഹിദുകൾ സമത്വം ഏർപ്പെടുത്തണം. പെണ്ണ് ഇറങ്ങി വരട്ടെ, പറയട്ടെ, എന്നെ ഞാൻ നിനക്ക് തന്നിരിക്കുന്നു എന്ന് പറയട്ടെ, സ്വീകരിക്കട്ടെ. പൊട്ടപ്പോയത്തമാണത്. ആരാധനയുടെ വിഷയം പഠിപ്പിക്കേണ്ടത് അല്ലാഹുവാൻ. എന്റെ സഹോദരങ്ങളെ, ഒന്നുകൂടി ഞാൻ പറയുന്നു, പള്ളി അല്ലാഹുവിന്റെ വീടാണ്. അള്ളാന്റെ വീട്ടിൽ ആര് വരണമെന്ന് തീരുമാനിക്കേണ്ടത് അല്ലാഹുവാണ്. എന്റെ വീട്ടിൽ ആര് വരണമെന്ന് ഞാനാ തീരുമാനിക്കേണ്ടത്. അള്ളാന്റെ വീടാണ് പള്ളി. നിങ്ങൾ ഓതലില്ലേ? വഅന്നൽ മസാജിദ ലില്ലാഹ്, അല്ലാഹുവിന്റേതാണ് പള്ളി. ആ പള്ളിയിൽ ആര് വരണമെന്ന് അല്ലാഹ് പറയുന്നുണ്ട്. സൂറത്തുൽ ബഖറയുടെ 108-ാമത്തെ ആയത്തെടുത്ത് നോക്ക്. ലമസ്ജിദുൻ നുസ്സിസ അല തഖ്വ മിൻ അവ്വൽ യൗമി അഹഖു അൻ തഖൂമ ഫീഹി. നബിയേ, നിങ്ങൾ തഖ്വയുടെ മേലിൽ അടിത്തറയിടപ്പെട്ട പള്ളി, ആ പള്ളിയാണ് നിങ്ങൾ നിസ്കരിക്കേണ്ട പള്ളി. ആ പള്ളിയുടെ ലക്ഷണം എന്താണ്? അവിടെ പുരുഷന്മാർ മാത്രമുള്ള പള്ളിയാണ്. സ്ത്രീകൾ എന്ന് ബോർഡെഴുതിയ പള്ളിയില്ല. അല്ല വെറുതെ പറഞ്ഞതല്ല. അതേപോലെ സൂറത്തുൻ നൂറിന്റെ 136-ാമത്തെ ആയത്തെടുത്ത് നോക്ക്. അള്ളാന്റെ പള്ളിയെ കുറിച്ച് പറഞ്ഞപ്പോ ആ പള്ളിയിൽ ആരാണുള്ളത്? നല്ല പുരുഷന്മാരുണ്ട്, സ്ത്രീകളല്ല. അപ്പൊ പള്ളിയെ കുറിച്ച് പറഞ്ഞ രണ്ട് സ്ഥലത്തും അല്ല പുരുഷന്മാരെന്ന് മാത്രം പറഞ്ഞു. എന്തിനാ പറഞ്ഞത്? ഇമാം റാസി എഴുതി, എന്റെ വകയിലല്ല. കാരണം സ്ത്രീകൾ സ്ത്രീകളല്ല. സ്ത്രീകൾ ജമാഅത്തിന് പോകേണ്ടവർ അല്ല. അതുകൊണ്ടാണ് പള്ളിയെ കുറിച്ച് പറഞ്ഞ സ്ഥലത്ത് പുരുഷന്മാരെ മാത്രം പറഞ്ഞത് എന്ന് ഇമാം റാസി. ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ പറഞ്ഞത് ഇമാം റാസി കണ്ടിട്ടില്ലേ? അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് പെണ്ണ് പള്ളിയിൽ പോയത് ഇമാം റാസി കണ്ടിട്ടില്ലേ? ഷാഫി ഇമാം കണ്ടിട്ടില്ലേ? അവരൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ അവർക്കറിയാം അത് ആദ്യകാലത്തായിരുന്നു. സുഹൃത്തെ, ആദ്യകാലത്തുള്ള സംഭവങ്ങളൊക്കെ ഇപ്പോൾ തെളിവല്ല. ആദ്യകാലത്ത് റസൂലുള്ളാഹിന്റെ പള്ളിയിൽ നായകൾ വന്നിരുന്നു എന്നുണ്ട്. നിങ്ങൾ നായകളെ പള്ളിയിലേക്ക് കയറ്റുമോ? ആദ്യകാലത്ത് റസൂലുള്ളാഹിന്റെ സ്വഹാബാക്കൾ കള്ളു കുടിച്ചിരുന്നു എന്നുണ്ട്. കള്ള് വിരോധിച്ചതിന് ശേഷം അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? അപ്പൊ ആദ്യകാലത്തെ സംഭവം പിൽക്കാലത്തുള്ളവർക്ക് തെളിവല്ല. ഇത് ഇമാം ശാഫിഈ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയതാണ്. അതെ, അറബി അറിഞ്ഞൂടാന്ന് പറയുന്നത് അത് തന്നെയാണ് നമ്മളെ കൗമിന് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം. അല്ലാഹു അക്ബർ. നിങ്ങളെ കൗമിന് പറ്റിയ ഏറ്റവും വലിയ കൗമല്ല അറബി. ഉസ്താദിന് ഒരു കാര്യം പറയട്ടെ, അല്ലാഹു അക്ബർ പറഞ്ഞോണ്ടൊന്നും ഞാൻ പിന്മാറൂല. ഒരു മിനിറ്റ് 1-2 മിനിറ്റ് എടുത്തോ. അപ്പോ അത് അറിയാത്തെന്താ? നിങ്ങൾ ഖുർആൻ പഠിച്ചില്ല. കാരണം നിങ്ങൾ ഖുർആന്റെ പകരം മാതൃഭൂമിയാണ് വായിക്കല്. അത് കാണിച്ചു കൊടുക്കുക പൈസ. ഖുർആൻ ഓതിനോടത്ത് നിങ്ങൾ ഓതൽ മാതൃഭൂമിയാണ്. പിന്നെണ്ടത് സംഗതി തിരിയുന്നു. അതാണ് നിങ്ങൾക്ക് ആകെ പറ്റിയത്. മരിച്ച വീട്ടിൽ നമ്മളൊക്കെ ഓതൽ ഖുർആനാണ്. ഒരു മൗലവി പറയുന്നത് അവിടെ ഖുർആൻ ഓതലാണോ നല്ലത്, മാതൃഭൂമി വായിക്കലാന്ന് ചോദിച്ചാൽ ഞാൻ പറയും മാതൃഭൂമി വായിക്കലാണ് നല്ലത്. പിന്നെണ്ട നിങ്ങൾക്ക് അറബി തിരിയുന്നു. ഒന്ന് വേഗം കാണിച്ചു. ചോദ്യതാണ്, ഒരു മരിച്ച വീട്ടിൽ ഖുർആൻ വായിക്കലാണോ നല്ലത്, മാതൃഭൂമി, മലയാള മനോരമ, മാധ്യമം പോലെയുള്ള പത്രങ്ങൾ വായിക്കലാണോ നല്ലത്? അപ്പോ വിവരല്ലേലോ. അതുകൊണ്ട് മൂപ്പര മറുപടി എന്തറിയോ? ഖുർആൻ വായിക്കലാണ് നല്ലത്. അച്ചോദ്യം എന്നോടാണ്. ഞാൻ എന്താ പറയോ? മാതൃഭൂമി വായിക്കലാണ് നല്ലത്. പിന്നെ എങ്ങനെ അറബി തിരിയാ? ശ്രദ്ധിക്കാതെ എഴുന്നേറ്റ് പോയത് ആൾക്കാരെ എഴുന്നേറ്റ് പോകാൻ തുടങ്ങി. ആ ചോദ്യം എന്നോടാണ്. ഞാൻ പറയും മാതൃഭൂമി പത്രം വായിക്കലാണ് ഇവിടെ നല്ലത്. എന്താ ഒരാളെ നമ്മളോട് ചോദിക്കണം, കക്കൂസിൽ ഖുർആൻ ഓതലാണോ നല്ലത്, മാതൃഭൂമി പത്രം വായിക്കലാണോ നല്ലത് എന്ന് ചോദിച്ചാൽ കരിമ്പിലാക്കൽ ചിലപ്പം പറയുകയായിരിക്കും. നമ്മൾ കരിമ്പിലാക്കലല്ലോ അല്ലേ? നമ്മൾ ഇമാം കിട്ടി മരിക്കണം എന്ന് വിചാരിക്കുന്ന ഒരാളാണോ? ആ ആളുകൾ മനസ്സിലാക്കുക. നമ്മൾ പറയും ഖുർആൻ വായിക്കൽ തെറ്റും, മാതൃഭൂമി വായിക്കൽ കുഴപ്പമില്ല. അപ്പൊ മുജാഹിദുകളെ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. ഖുർആനിലെ ആയത്ത് വിശേഷിച്ച് മാതൃഭൂമി പോകാൻ പാടില്ല. അവിടെ ഒട്ടും ചോദിക്കണേ, അവിടെ മാതൃഭൂമി വായിക്കാവോ ഖുർആൻ വായിക്കാവോ എന്ന് വെച്ചാൽ മാതൃഭൂമി വായിക്കാം, ഖുർആൻ വായിക്കൂടാന്നാ മറുപടി. അപ്പൊ മുജാഹിദ് ആളൊക്കെ മരിച്ചു കിടക്കുന്നത് കക്കൂസിലാണ് എന്ന് മനസ്സിലാക്കാൻ പാടില്ല.
നബി ഓതിയിട്ടില്ല. ജീവിച്ചിരിക്കുന്നവർക്ക് ഓതി കൊടുക്കാനുള്ള. അപ്പോ മരിച്ച വീട്ടിൽ മാതൃഭൂമി ഓതിയാൽ കുഴപ്പമില്ല, ഖുർആൻ ഓതിയാൽ കുഴപ്പമില്ല. അപ്പൊ ഞങ്ങളൊന്നും മരിച്ചു കിടക്കൽ കക്കൂസിലല്ല. ഈ കക്കൂസും മരിച്ച വീടും തമ്മിലുള്ള ബന്ധം എന്താണ് അത് ഞങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ല. കക്കൂസിൽ ഓതരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞോ മരിച്ച വീട്ടിൽ ഓതരുത്? പറഞ്ഞില്ല, ഓതണം എന്നാണ് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഖുർആനിന് പകരം മാതൃഭൂമി ഓതിയിട്ടാണ് വിഷയം. പിന്നെ ഔലിയാക്കളെ കുരുത്തക്കേടും അതും കൂടി ഒന്ന് കാണിച്ചു കൊടുക്ക്. ബഹുമാനപ്പെട്ട അജ്മീർ ഖാജാ മുഈനുദ്ദീനുൽ ചിശ്തിയിൽ അജ്മീരി, ബഹുമാനപ്പെട്ടവരുടെ കുരുത്തക്കേട് ഒന്ന് ഒരു മൗലവി ഒരൊറ്റ സെക്കൻഡ് ബൽക്ക് അറബി അറിയില്ല എന്നതിന്റെ പേര് ഒത്തെളിവ് അതേ ആവട്ടെ. ഖാജാ മുഈനുദ്ദീൻ തങ്ങളെ കുറിച്ച് പറഞ്ഞതാവട്ടെ. അമ്പിയാക്കളുടെ പേര് വളരെ ചെറിയ പേരാണ്. മൂസാ നബി, ഈസാ നബി, ഇവരെ തങ്ങന്മാരെ ഔലിയാക്കന്മാരെ പേര് നോക്കുന്നത് എന്തൊക്കെ? ഹാജാ മൊയ്തീൻ ജിസ്തിയിൽ അജ്മീരിയിൽ നാബൂരിയിൽ ബൽബൂരി. എന്താ ബൽബൂരി എന്ന് അറബിയാണെന്നാ അത് മനസ്സിലാക്കിയത്. ബൽബൂരി നമ്മൾ മൗലവിമാർക്ക് തന്നെ കൊടുക്കുക. കാരണം പ്രകാശ ഊതിക്കെടുത്തൊരു ബല പണിയാണ്. പൊട്ടന്മാരി എന്നല്ലാതെ സക്കരിയാനെ കൊണ്ടൊന്ന് വിളിപ്പിക്കുങ്ങൾ. ഇവരെ എന്താ വിളിക്കേണ്ടിന്ന് ഞാൻ ഇപ്പൊ അത് വിളിക്കണില്ല. സക്കരിയ സലാഹി ഒന്ന് വിളിച്ചോട്ടെ, സക്കരിയ സലാഹി ഒന്ന് വിളിക്കുക. കാരണം നമ്മൾ വിളിച്ചത് ഏറിപ്പോകും. കാരണം നിങ്ങൾ നോക്കി റസൂലുള്ളാഹിന്റെ പേര് ഇപ്പം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലെ, സയ്യിദുൽ അവ്വലീന വൽ ആഖിരീൻ മുഹമ്മദ് മുസ്തഫ, ഇതൊക്കെ ഇപ്പൊ അമ്മട്ട പേരാ അല്ല, അമ്മ മുഹമ്മദ് എന്നേ ഉള്ളൂ. ഇതുപോലെ ബഹുമാനപ്പെട്ട അജ്മീർ ശേഖിനിട്ട പേരല്ല, അതെല്ലാം കൂടി ഒക്കെ സ്ഥാനപ്പേരാ. അതന്നെ നാഹൂർ ശേഖ് ഒന്ന് വേറെ, അജ്മീർ ശേഖ് ഒന്ന് വേറെ. ഇതൊന്നും അറബി അറിയാത്തത് കൊണ്ട് വരുന്ന കുഴപ്പമാണ്. അതുകൊണ്ട് മുജാഹിദികളെ എന്ത് വിളിക്കണമെന്ന് അത് നമ്മൾ സക്കരിയ സലാഹിയൻ അങ്ങ് പറഞ്ഞോട്ടെ. പൊട്ടന്മാരെ, പൊട്ടന്മാരെ, പരമവിഡ്ഢികളെ, പൊട്ടന്മാരെ, കുതന്ത്രക്കാരെ, പൊട്ട പോയത്തക്കാരെ, കാട്ടാളന്മാര്, പരമവിഡ്ഢികളെ, മൈക്കകളെ, കുതന്ത്രക്കാരെ, പരമവിഡ്ഢികളെ, പൊട്ടന്മാരെ, നുണ പറയുകയാണ്. ഉളുപ്പുണ്ടോ? മടപൂജ വൃത്തികെട്ടവന്മാര്. ആസനത്തിൽ മുതലേ മടവൂര് നിൽക്കുക, സീപ്പി ഊതുക, സീപ്പി നിൽക്കുക, എന്നിട്ട് കരിമ്പിലാക്കൽ ഊതുക. ആസനത്തിൽ മുതൽ അവതരിപ്പിക്കുന്നത് കരിമ്പിലാക്കൽ, ഹുസൈൻ മടവും സീപ്പി. ഹുസൈൻ മടവൂരിന്റെ ഒക്കെ നല്ലോണം പാക്ക് ചെയ്ത് കണ്ട് കഫൻ ചെയ്ത് കണ്ട് തൊണ്ടയും മറവീതുള്ളൂ. എന്താ സുല്ലമീൻ കാട്ടാളന്മാര് ചിരിക്കുന്നുണ്ടോ? എന്താ സുല്ലമീൻ കാട്ടാളന്മാര് ചിരിക്കുന്നുണ്ടോ? വിഡ്ഢികളെ, പരമവിഡ്ഢികളെ, പൊട്ടന്മാരെ, നിങ്ങൾ മാന്തിയിട്ടും ചൊറിഞ്ഞിട്ടൊന്നും കാര്യമല്ല. ഈ പഹരിന് കൊടുത്ത ചൂറിന് കൂറുള്ള അടിമ കാപട്യത്തിന്റെ ഉസ്താദ്മാര് അന്നം തിന്നുന്ന മടവൂരി ഒരു തന്തയില്ലാത്തിരുത്ത് വാലാറ്റികളെ, നിങ്ങൾ മുണിങ്ങിക്കോളി. പൊട്ടന്മാരെ, മനുഷ്യത്തമ്മാടിയായി. മടവൂരി പെണ്ണുങ്ങളും മടവൂരി ആണുങ്ങളും ഓരോന്നിന്റെ മുഖം കാണണ്ടീനു. മോന്തൊക്കെ ഒന്ന് കൊടുക്കാൻ എനിക്ക് തോന്നിയേ. കുറച്ച് മാന്യനായതുകൊണ്ട് ഞാൻ കൊടുത്തില്ല. അപ്പൊ അതുകൊണ്ട് ഓരോന്നും ഗണ്യമായി പഠിക്കുക, എന്നിട്ട് സുന്നത്ത് ജമാഅത്തിലേക്ക് തിരിച്ചു വരിക എന്നാണ് ആ സുഹൃത്തിനോട് എനിക്ക് പറയാനുള്ളത്. പറഞ്ഞോളൂ. ആയിഷ റളിയല്ലാഹു പള്ളിയിൽ പോയിട്ടില്ല എന്ന് ഉസ്താദ് ഒരു അൻഹ എന്നാണ് പറയാൻ. സോറി, ഓക്കെ, അൻഹ എന്ന് അതന്നെ ഉസ്താദ് പറഞ്ഞോ? അത് പറഞ്ഞില്ല. ഉസ്താദ് പറഞ്ഞ ഞാൻ തെറ്റാണെങ്കിൽ തിരുത്തേണ്ട. ഞാൻ തെറ്റ് പറയാന്ന് നോക്കുകയാണ് ഇപ്പൊ. അല്ലല്ല, ഉസ്താദ് തെറ്റ് പറയുകയാണെങ്കിൽ അല്ല ഞാൻ തിരുത്തും, ഞാൻ തെറ്റ് പറയണ ഉസ്താദ് തിരുത്തും. അതങ്ങനെ തന്നെ വേണ്ട. ഇല്ലല്ല, ഞങ്ങൾ പഠിച്ചിട്ടാ വരുന്നത്, ഞങ്ങളെ ഓക്കെ. അതുപോട്ടെ. ആയിഷ റളിയല്ലാഹു അൻഹ പള്ളിയിൽ ഒരിക്കൽ പോലും പോയിട്ടില്ല എന്ന് കുറച്ച് മുമ്പിട്ട് ഒരു 10 മിനിറ്റ് മുമ്പ് ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹ പള്ളിയിൽ ഒരിക്കൽ പോലും പോയിട്ടില്ല എന്ന് ഉസ്താദ് ഒരു 10 മിനിറ്റ് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ഒന്നുകൂടി പറയാം. അന്യപുരുഷന്മാർ പങ്കെടുക്കുന്ന പള്ളിയിലേക്ക് ജുമുഅക്കോ ജമാഅത്തിനോ വേണ്ടി ആയിഷ ബീവി പോയ ചരിത്രം ഒരു ഹദീസിന്റെ കിതാബിൽ നിന്നും നിങ്ങൾക്ക് തെളിയിക്കാനേ കഴിയില്ല. എന്റെ സാധാരണക്കാരോട് ഞാൻ ഒറ്റ വാക്കിൽ പറയുന്നു, ആയിഷ ബീവി അന്യപുരുഷന്മാർ പങ്കെടുക്കുന്ന പള്ളിയിൽ വന്നു പുരുഷന്മാരുടെ കൂടെയുള്ള ജമാഅത്തിലോ ജുമുഅയിലോ പങ്കെടുത്തതായി ഒരൊറ്റ ഹദീസ് നിങ്ങൾ തെളിയിച്ചാൽ ഇൻഷാ അല്ലാഹ് നാളെ മുതൽ ഞങ്ങളുടെ ഭാര്യമാർ പള്ളിയിലുണ്ടാകും. നിങ്ങൾ പറയും. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നും നിങ്ങളൊന്ന് തെളിയിക്കുന്നാൽ അവർ പറഞ്ഞു, സത്യവിശ്വാസിനികളായ സ്ത്രീകൾ അവരുടെ പുതപ്പ് കൊണ്ട് മൂടി പുതച്ച അതിൽ ആയിഷ ബീവി പോയി എവിടെ? ആയിഷ ബീവി പോവാതെ എവിടുന്ന് കണ്ട്? ആയിഷ ബീവി പോവാതെ കണ്ട് പോയത്തോ എന്താ പറ?
ഇതാണ് മുജാഹിദ്. ശരിക്കും മനസ്സിലായിക്കോളി. ആയിഷ ബീവി പോവാൻ എങ്ങനെ കണ്ടു മനസ്സിലായി? ഞാൻ പറഞ്ഞുതരാ. ആയിഷ ബീവി നബി തങ്ങളുടെ റൂമിന്റെ പള്ളിയുടെ അടുത്ത റൂമിലാണ്. അപ്പൊ അങ്ങോട്ട് വരുന്നത് ആയിഷ ബീവി കാണും. നിങ്ങൾക്ക് ചരിത്രം അറിയോ? എന്നിട്ട് ആയിഷ ബീവി പറയാണ് ഓല് പോണ് ഞാൻ കണ്ടു. അപ്പൊ ഇയാൾ അർത്ഥം വെക്കാണ്. അപ്പൊ മനസ്സിലായില്ലേ ആയിഷ ബീവി പോയിന്ന്. ഇങ്ങനെ ചിന്തിക്കണം. ഈ മൂക്കോണ്ട് ചിന്തിക്കേണ്ടി വരും. അതിൽ ആയിഷ റളിയല്ലാഹു അൻഹ ആരാ പറയുന്നത്? ആയിഷ ബീവിയാണ് പറയുന്നത്. ആയിഷ ബീവി എന്നെവിടെ? അതാ ഞങ്ങൾക്ക് കാണിക്കേണ്ടത്. അതായത് ഞാൻ വേറൊരു നിങ്ങളെ വിശദീകരണം വേണ്ട. വിശദീകരണമല്ല ഉസ്താദേ, ഹദീസ് 1922 ആ ഹദീസിൽ ആയിഷ ബീവി പോയി എന്നെവിടെ? നബിയുടെ ഭാര്യമാർ ഇത്തികാഫിരുന്നിരുന്നു. അത് വേറെ ഹദീസ്. നിങ്ങൾ കളിക്കല്ലി. ആ ഹദീസിൽ നിങ്ങൾ വായിച്ച ഹദീസിൽ ആയിഷ ബീവി പോയി എന്നെവിടെ? വ്യക്തമായി പറയണം. അന്റെ ആയിഷ ബീവിയുടെ ഭാര്യമാർ നബിയുടെ വഫാത്തിന് ശേഷവും ഇത്തികാഫിരുന്നിരുന്നു. ബുഹാരി 1922. അത് ഓരോന്നല്ല ഉസ്താദേ, ഇതെല്ലാം പഠിക്കണം. പച്ചപ്പുള്ളു വിഷയം മാറ്റി. ഇതാണ് മുജാഹിദ്. കണ്ടോ? ആയിഷ ബീവി പോയി എന്ന് ഞാൻ ചോദിച്ചപ്പോ വിഷയം മാറ്റി. പിന്നെന്താക്കി? നബിയുടെ ഭാര്യമാരെ ഇത്തികാഫിരുന്നു. അത് ഞാൻ പറഞ്ഞുതരാം. അത് നിങ്ങളുടെ തട്ടിപ്പാണ്. അത് ഞങ്ങൾ വിശദീകരിക്കും. പക്ഷേ എന്റെ ചോദ്യം, ആയിഷ ബീവി ജുമുഅക്ക് പോയ ഒരു ഹദീസ്, ആയിഷ ബീവി ജമാഅത്തിന് പോയ ഒരു ഹദീസ് നിങ്ങൾ കൊണ്ടുവന്നാൽ നാളെ മുതൽ ഞങ്ങളുടെ ഭാര്യമാർ പള്ളിയിലുണ്ടാകും. ഇല്ല, ഇത് ഞാനല്ല പറയുന്നത്. നിങ്ങൾ ശാഫി ഇമാമിന്റെ ചെരുപ്പിന്റെ അടിയിലെ ചേറാവാൻ പോലും നിങ്ങൾ വളർന്നിട്ടില്ല. അങ്ങനത്തെ ശാഫി ഇമാമാണ് പറയുന്നത്. അള്ളാന്റെ റസൂലിന്റെ ഭാര്യമാരോ നബിയുടെ പെൺമക്കളോ ജുമുഅക്കോ ജമാഅത്തിനോ പോയില്ല എന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് ഹദീസ് പഠിച്ച ശാഫി ഇമാമാണ്. നിങ്ങൾക്ക് ആ ഹദീസ് ഒന്ന് തെറ്റുകൂടാതെ വായിക്കാൻ പോലും അറിയാത്ത നിങ്ങളാണോ ശാഫി ഇമാമിനെ പഠിപ്പിക്കുന്നത്? ഇല്ല. ഇത് എന്റെ ചോദ്യമാണ്. നിങ്ങളോട് മാത്രമല്ല, ലോകത്തുള്ള എല്ലാ മൗലവിമാരോടും. ആയിഷ ബീവി ജുമുഅക്ക് പോയ ഒരു ഹദീസ്, ആയിഷ ബീവി ജമാഅത്തിന് പോയ ഒരു ഹദീസ് എന്ന് പറയാം. മുഅ്മിനീങ്ങൾ പോയി അതിന് ആയിഷ ബീവി പെടൂലേ? നിങ്ങളെ വിശദീകരണമാണ്. നിങ്ങളെ വിശദീകരണം ഞങ്ങൾക്ക് വേണ്ട. വ്യക്തമായി ആയിഷ ബീവി പോയി. ഖറജത്ത് ആയിഷത്തു ഇലാ മസ്ജിദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിസ്വലാത്തിഹാ മഅർ റിജാൽ. പുരുഷന്മാരോടുകൂടി ജമാഅത്തിന് ആയിഷ ബീവി പോയി, അല്ലെങ്കിൽ ജുമുഅക്ക് പോയി എന്ന ഒരു ഹദീസ് ഇങ്ങോട്ട് കൊണ്ടുവരൂ. മൂക്ക് തായോട്ടായ സകല മൗലവിമാരെ ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. എന്റെ വെല്ലുവിളിയല്ല, ശാഫി ഇമാമിന്റെ വെല്ലുവിളിയാണ്. സ്വീകരിക്കാൻ തയ്യാറുള്ള ഒരാളുണ്ടെങ്കിൽ ഞങ്ങൾക്കൊന്ന് കേറാ മതി. കൈയില്ല, നിങ്ങൾക്കൊരു കാലത്തും കഴിയില്ല. ഉറപ്പാണത്. നിങ്ങൾ ആയിഷ ബീവി പോയി എന്ന് വ്യക്തമായി ഹദീസിൽ കൊണ്ടുവന്നാൽ ഞങ്ങൾ നാളെ മുതൽ ഞങ്ങളെ പള്ളിയിൽ അതിനുള്ള സൗകര്യം ഏർപ്പെടുത്തും. കയ്യിലട്ടോ. ഞങ്ങൾക്കൊന്നറിയാം, ഞങ്ങളെ സഹോദരിമാരും ഞങ്ങളെ ഭാര്യമാരും ഞങ്ങളെ പെണ്ണുങ്ങളും പോവേണ്ടത് അള്ളാന്റെ റസൂലിന്റെ ഭാര്യ പോയ സ്വർഗത്തിലേക്കാണ്. ഫാത്തിമ ബീവി പോയ സ്വർഗത്തിലേക്കാണ്. ഫാത്തിമ ബീവി ജുമഅക്ക് പോയിട്ടില്ലെങ്കിൽ, ഫാത്തിമ ബീവി ജമാഅത്തിന് പോയിട്ടില്ലെങ്കിൽ അവരൊന്നും പോവാത്ത ഒരു സ്വർഗത്തിന്റെ പേരാണ് നരകം. കേട്ടോ, പേടിച്ചോളണം. നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയില്ല. ഇവിടെ ഒരു വമ്പൻ തട്ടിപ്പ് ഇവിടെ ഒരു മൗലവി നടത്തി. എന്ത്? ഫഖദ് നഖല ഇബ്നുൽ മുൻസിർ വഗൈറുഹു വൽ ഇജ്മാഅ എന്നൊക്കെ വായിച്ച് കിതാബ് ഇവിടെ ഉണ്ട്. നിങ്ങളെടുത്തില്ലെങ്കിൽ നമ്മളെടുത്തുണ്ട്. നിങ്ങളെടുത്ത് മുറി കഷ്ണം മാത്രമേ ഉള്ളൂ. അതിന് മുമ്പും ശേഷവുമുള്ള കിതാബ് ഞങ്ങളുടെ കയ്യിലുണ്ട്. വേണമെങ്കിൽ ഞങ്ങൾ കാണിച്ചു തരാം. എന്താ അതിലുള്ളത്? അതിന്റെ മുമ്പുള്ളത് വായിക്കണം. ഫഖദ് നഖല ഇബ്നുൽ മുൻസിർ വഗൈറുഹു അൽ ഇജ്മാഅ അന്നൽ മർഅത ലാ ജുമുഅത അലൈഹാ. പെണ്ണിന് ജുമുഅയേ ഇല്ല എന്ന് ഇബ്നുൽ മുൻസിറും വഗൈറും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഇജ്മാഇനെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അതായതിന് മുമ്പുള്ളത്. പിന്നെ അത് കട്ട് വായിക്കരുത്. നിങ്ങളുടെ കയ്യിൽ കഷ്ണം മാത്രമാണുള്ളത്, ഞങ്ങളുടെ കയ്യിൽ മുഴുവനുമുണ്ട് എന്ന് മനസ്സിലാക്കിക്കോ. പിന്നെ അതിനുശേഷം അഥവാ ഒരു പെണ്ണ് പോയാൽ ആ ജുമുഅ സ്വഹീഹാകുമോ ഇല്ലേ?
ആ ചർച്ചയാണ് പറയുന്നത്. അത് സ്വഹീഹാകും എന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. എന്ന് പറഞ്ഞാൽ നിസ്കാരം മടക്കേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് സഹാബിനികളായ സ്ത്രീകൾ പള്ളിയിൽ പോയിരുന്നുവല്ലോ, അവർ ജുമുഅക്കും ജമാഅത്തിനും പങ്കെടുത്തുന്നുവല്ലോ. അത് എന്നിട്ട് അവരൊന്നും നിസ്കാരം മടക്കിയിട്ടില്ല. അതുകൊണ്ട് ആ നിസ്കാരം മടക്കി നിർവഹിക്കേണ്ടതില്ല. അത് സ്വഹീഹാണ് നിസ്കാരം എന്നാണ് ഇജ്മാഅ്. മനസ്സിലാക്കിക്കോ, ശരിക്കും മനസ്സിലാക്കിക്കോ. മൗലവിമാര് തരുന്ന മുറിക്കഷ്ണം ഇബാറത്തുകളുമായി വന്ന് സാധാരണക്കാരനെ നിങ്ങൾ പറ്റിക്കുന്നു. ആരാണെന്നറിയുമോ? മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം റാഫി റഹ്മത്തുള്ളാഹി അലൈഹി അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്, അവിടെ പെണ്ണുങ്ങൾ പള്ളിയിൽ പുരുഷന്മാരുമായി ഹാജരായാൽ ഫഇന്നഹാ ലാ യജൂസു, അത് അനുവദനീയമാവുകയില്ല എന്ന് അതേ കിതാബിന്റെ അതേ ഇബാറത്തിന്റെ മുകളിലുണ്ട്. മൗലവിമാരെ, നിങ്ങൾ ഞങ്ങൾക്കാമെന്ന് വിചാരിക്കേണ്ടതില്ല. അപ്പൊ മുഖാമുഖം വളരെ നന്നായിട്ടുണ്ട്. ഈ ജനങ്ങളൊക്കെ മുജാഹിദികൾ കള്ളന്മാരാണെന്ന് അറിഞ്ഞല്ലോ. അൽഹംദുലില്ലാ, നമ്മളെ സഈ മുതലായി. അവർക്കും അല്ലാഹു ഹിദായത്ത് കൊടുക്കട്ടെ. ഒരു ചോദ്യം, അത് നേരത്തെ പറഞ്ഞ ഹദീസിനെ പറ്റി ഒന്നും പറഞ്ഞില്ല. അതുപോലെ സത്യവിശ്വാസികൾ പോയാലുള്ള തെളിവ് മതിയിലെ ആയിഷാ ബീബി പോയത് തന്നെ വേണോ തെളിവ്? ആയിഷാ ബീബി പോയത് തന്നെ വേണം എന്നില്ലല്ലോ. സമ്മതിച്ചോ? ഞാൻ ചോദിക്കാം. അല്ല, അത് സമ്മതിച്ചോ? ആയിഷാ ബീബി പോയിട്ടില്ല നിങ്ങൾ സമ്മതിച്ചോ? അത് പറയും, അത് പറയൂ, അത് പറയൂ. ആയിഷാ ബീബി പോയിട്ടില്ല എന്ന് സമ്മതിച്ചോ? നിങ്ങൾ സമ്മതിക്കൂല. അദ്ദേഹം പറയുന്നതിന്റെ പൊട്ടത്തരം എന്താണ് ഞാൻ തന്നെ അങ്ങ് പറഞ്ഞുതരും. ഞങ്ങൾ എന്നെ കൈകാര്യം ചെയ്യാനുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് ഒരു കാര്യം വ്യക്തമാണ്. ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി ത്വാഹ റസൂലുള്ളാഹി അള്ളാഹുവിന്റെ റസൂലിന്റെ ഭാര്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പള്ളിയുടെ തൊട്ടടുത്ത റൂമിൽ തന്നെ ഉണ്ടായിട്ട് ഒരു ജുമുഅക്കോ ഒരു ജമാഅത്തിനോ പോയതായി തെളിയിക്കാൻ കഴിയില്ല എന്ന് ഇവിടെയും സമ്മതിച്ചിരിക്കുന്നു. ഇനി ഞങ്ങൾ പറയുന്നു, ഞങ്ങൾ ആയിഷാ ബീവി പോകുന്ന സ്വർഗത്തിലേക്കാണ് ഞങ്ങളെ സഹോദരിമാരെ പറഞ്ഞേക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആയിഷാ ബീവി നിസ്കരിച്ച വീട്ടിൽ തന്നെ ഞങ്ങളെ ഭാര്യമാരും ഞങ്ങളുടെ സഹോദരിമാരും ഉമ്മമാരും നിസ്കരിക്കട്ടെ. അതാണ് ഞങ്ങളെ തീരുമാനം. നിങ്ങൾ ചോദിക്കില്ല മോമിനത്തല്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? ഞങ്ങൾക്ക് വേണ്ട. അതെങ്ങനെ ആയിഷാ ബീബി മോമിനത്തല്ലേ ഉസ്താദേ? അങ്ങനെയാണെങ്കിൽ ഹൈലുള്ള പെണ്ണ് മുഅ്മിനല്ലേ? ഹൈലുള്ള പെണ്ണ് പോയി നിങ്ങൾ പറയോ? പറയോ? ഹൈലുള്ള പെണ്ണും നിഫാസുള്ള പെണ്ണും മെൻസസുള്ള പെണ്ണും പെണ്ണും മുഅ്മിനല്ലേ? മുഅ്മിന് പോയോ? ഭരണങ്ങളിൽ ബുഖാരിയിലുള്ള ഹദീസാണ് പറയുന്നത്. വ്യക്തമായി തെളിയിക്കണം. ആയിഷാ ബീബി പോയി എന്ന് തെളിയിക്കണം. ഞാൻ ചോദിക്കുന്നത് കുന്ന നിസാഅൽ മുഅ്മിനാത്ത് എന്ന് പറഞ്ഞ ആയിഷാ ബീബി പെടൂലേ? അത് ആയിഷാ ആവശ്യമില്ല. ഈ ഹദീസിലെ സഹീഹുൽ ബുഖാരിയിലെ ഹദീസല്ലേ? പെടുന്ന എങ്ങനെ നിങ്ങൾ പറയാം? ഒന്ന് കൊടുക്കുമ്പോൾ ഞാൻ ഇപ്പൊ തെളിയിച്ചത്. പെടുന്ന നിങ്ങൾ പറയാം. ഏത് അൽ മുഅ്മിൻ എന്നുള്ളടത്ത് അല്ല, എന്തിന്റെ അല്ല? അഹദിന്റെ അല്ലോ, ഇസ്തിറാഖിന്റെ അല്ലോ. അതായത് ബുഖാരിന്റെ മലയാളം പരിഭാഷ വായിച്ചിട്ടുള്ള അറിവോ നമ്മൾക്കുള്ളൂ. അതാണ് നിങ്ങൾക്ക് പേച്ചുപോയത്. വായിച്ചത് നിങ്ങളെ പണ്ഡിതന്മാർ എഴുതിയ ബുക്ക് തന്നെയാണ് ഞാൻ വായിച്ചത്. അതായത് ബുഖാരി, അതായത് പുത്തൂർ ഫൈസി, അല്ലെങ്കിൽ പിന്നെ അതിലുണ്ടോ റസൂലുള്ളാഹിന്റെ ഭാര്യമാരെന്ന് അതിൽ പെടുന്നുണ്ടോ? നിങ്ങൾ നേരത്തെ കെ വി മുഹമ്മദ് മുസ്ലിയാരെ പറ്റിയും പറഞ്ഞു പഴച്ചു, എം എ ജലീൽ സഖാബിനെ പറ്റിയും പറഞ്ഞു പഴച്ചു. ഞാൻ പറയുന്നത് മലയാളത്തിൽ എഴുതിയ പരിഭാഷകൾ വായിച്ചിട്ടാണ് ഞാൻ വരുന്നത്. അതിലാണ് ഉള്ളത്. എന്ത് മൈക്ക് വാങ്ങി ഞാൻ പറഞ്ഞതെന്താ? പ്രിയപ്പെട്ട സഹോദരന്മാരെ, വ്യക്തമാണ്. ആയിഷാ ബീവി പോയി എന്നില്ല. പിന്നെ മുഅ്മിനാത്തുകൾ പോയിരുന്നു എന്ന ഒരു ഹദീസാണ് പറഞ്ഞത്. ഇതിന് മൂപ്പര വിശദീകരണം അതിൽ ആയിഷാ ബീവി പെടൂലേ? നിങ്ങളെ വിശദീകരണം ഞങ്ങൾക്ക് വേണ്ട. അല്ലെങ്കിൽ കൊണ്ടുവരൂ നിങ്ങൾ. ആയിഷാ ബീവി അതിൽ പെടുമെന്ന് ഏതെങ്കിലും ഒരു മുഹദ്ദിസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് നിങ്ങൾ കൊണ്ടുവരേണ്ടത്. അതും കൊണ്ടുവരാതെ നിങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ പറയുന്നത് ആയിഷാ ബീവി റളിയല്ലാഹു അൻഹ പോയതായി നിങ്ങളെ കൊണ്ട് തെളിയിക്കാൻ യൗമിൽ ഖിയാമ അവിടെ അങ്ങോട്ടും സാധ്യമല്ല. പിന്നെ പോയി നിങ്ങൾ പറഞ്ഞല്ലോ, മുഅ്മിനാത്തുകൾ പോയിന്ന്. അതിനുള്ള മറുപടി ഞാൻ നേരത്തെ പറഞ്ഞു. അത് ഇസ്ലാമിന്റെ ആദ്യകാലത്തായിരുന്നു. അത് ഞങ്ങൾക്ക് രേഖയല്ല. ആയിഷ ഞങ്ങൾക്കിപ്പോ കിട്ടേണ്ടത് അവർ മറുപടി ശ്രദ്ധിക്കാത്തത് കൊണ്ട് പ്രവർത്തകരുടെ ആവേശം കൊണ്ട് പറയാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ മറുപടി ശ്രദ്ധിക്കണം. വെറും ചോദ്യമല്ല ചോദിക്കണം, മറുപടി ശ്രദ്ധിക്കണം. മറുപടി ശ്രദ്ധിക്കാതിരിക്കുമ്പോ പ്രവർത്തകരൊക്കെ ആയിക്കോട്ടെ. ഓക്കെ.
എല്ലാ പ്രവർത്തകർ ഓക്കെ നിങ്ങൾ മറുപടി ശ്രദ്ധിക്കാനുള്ള ഒരു സൗജന്യെങ്കിലും കാണിക്കണം. ആ മറുപടി ശ്രദ്ധിക്കേ. ഞാൻ സദസ്സിനോടല്ല, നിങ്ങളാണ് പ്രകോപിപ്പിക്കുന്നത്. ഇങ്ങോട്ടോ, ഞാൻ പറഞ്ഞ മനസ്സിലായില്ല. മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞതിൽ ആയിഷ ബീവി പെടും എന്ന് നിങ്ങളുടെ വിശദീകരണമാണ്. അത് ഞങ്ങൾക്ക് വേണ്ട. ആയിഷ ബീവി പോയി എന്നോ അല്ലെങ്കിൽ ഷാഫി ഇമാമിനെ ഹദീസ് തിരിഞ്ഞിട്ടില്ല എന്ന് പറയേണ്ടി വരും. ഷാഫി ഇമാമാണ് പറയുന്നത്. മറുപടി ശ്രദ്ധിക്കണം. ഇമാം ഷാഫിഈ നിങ്ങൾ ഓതിയ ഹദീസ് കണ്ടിട്ടുണ്ടോ? ഉണ്ട് എന്നാണ് മറുപടിയെങ്കിൽ ഇമാം ഷാഫിയാണ് പറയുന്നത് അള്ളാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാർ പോയിട്ടില്ല. അപ്പൊ ഷാഫി ഇമാം മനസ്സിലാക്കിയത് നിങ്ങൾ മനസ്സിലാക്കിയത് പോലെയല്ല. അപ്പൊ വ്യക്തമായി അള്ളാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാർ ഒരു കാലത്തും പോയിട്ടില്ല. അതേ സമയത്ത് പോയി എന്ന് പറഞ്ഞതോ മുഅ്മിനാത്തുകൾ പോയി എന്ന് പറഞ്ഞത് അത് ആദ്യകാലത്ത്. ആ ആദ്യകാലത്ത് എന്ന് പറഞ്ഞതിലും റസൂലുള്ളാഹിന്റെ ഭാര്യമാരില്ല. അതാ ഞങ്ങൾ പറയുന്നത്. ആദ്യകാലത്ത് പോയി, അതാണ് നിങ്ങൾ ഉദ്ധരിച്ച ഹദീസ്. ആദ്യകാലത്ത് പോയിരുന്നു, പക്ഷെ അതിലും ആരില്ല, അള്ളാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാരില്ല. അപ്പൊ ഒരു കാലത്തും ഭാര്യമാര് പോയില്ല. ആദ്യകാലത്ത് ചില മുഅ്മിനീങ്ങൾ പോയിരുന്നു, മുഅ്മിനാത്തുകൾ പോയിരുന്നു. അത് ഞങ്ങൾക്ക് രേഖയുമല്ല. കാരണം ഞങ്ങളുടെ നേതാക്കൾ അത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇതാണ് അതിന്റെ മറുപടി. നിങ്ങളെ വിശദീകരണം ഞങ്ങൾക്ക് വേണ്ട. ഓക്കെ, നീ പറയട്ടെ. എല്ലാരും ഒന്ന് അടങ്ങിയിരിക്കെ. മൂപ്പർക്ക് പറയാനുണ്ടെങ്കിൽ വല്ലതും പറഞ്ഞോട്ടെ. അതായത് സഹീൽ ബുഖാരിയിലെ ഹദീസ് സഹി അല്ലാന്ന് നിങ്ങൾ പറയേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾ ഹദീസിനെ നിങ്ങൾ അവഗണിച്ചു. അല്ല പറയുന്നത്, വേറെ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അത് നിങ്ങളൊന്ന് പറയട്ടെ. സഹീൽ ബുഖാരിയിലുള്ള ഹദീസാണ് ഞാൻ പറഞ്ഞത്. അതായത് ഇവിടെ നന്നേരെ പറഞ്ഞിരുന്ന ഹദീസ് പറഞ്ഞുകൊണ്ടിരുന്ന സഹീൽ ബുഖാരിയിൽ എന്നുള്ള ഹദീസ് ഉണ്ട്. അതിൽ മുഅ്മിനാത്തുകളായ സ്ത്രീകളിൽ ആയിഷ ബീവി പെടൂലേ? അത് നമ്മൾ ആയിഷ ബീവി തന്നെ വേണമെന്നില്ലല്ലോ. മുഅ്മിനാത്തുകളായ സഹീൽ ബുഖാരിയിൽ സത്യവിശ്വാസിനികളായ സ്ത്രീകൾ പോയിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഫജ്ർ നമസ്കാരത്തിൽ എന്നാണ് ഹദീസിലുള്ളത്. അതിൽ ആയിഷ ബീവി തന്നെ വേണം എന്ന് തന്നെയില്ല. ആയിഷ ബീവി തന്നെ വേണം എന്നുണ്ടെങ്കിൽ ഈത്തികാഫിന്റെ ഹദീസ് നേരത്തെ ഇവിടെ പറഞ്ഞു. അതായത് റസൂലിന്റെ ഭാര്യമാർ വിശദീകരിക്കും. പിന്നെ ഞാൻ ഇതൊക്കെ പറഞ്ഞോട്ടെ. പറഞ്ഞത് എന്താണെന്നറിയോ? പള്ളിയിൽ പോയി എന്നുള്ളതിന് പോയി ആയിഷ ബീവി തന്നെ വേണമെന്നുണ്ടെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാർ ഇത്തികാഫിരിക്കാറുണ്ടായിരുന്നു. വഫാത്തിന് ശേഷവും റസൂലിന്റെ വഫാത്തിന് ശേഷം ഇത്തികാഫിരിക്കാറുണ്ടായിരുന്നു. അപ്പൊ ആയിഷ ബീവി സഹീൽ ബുഖാരിയുള്ള ഹദീസാണ്. നിങ്ങൾ ഈ രണ്ട് ഹദീസ് അവഗണിച്ചുകൊണ്ടാണ് പിന്നെ നിങ്ങൾ മറ്റു വാർത്തകളിലേക്ക് പോയാൽ സഹീൽ ബുഖാരിക്ക് തെറ്റുപറ്റി എന്ന് തന്നെ പറയേണ്ടി വരും. നിങ്ങൾ നേരത്തെ കെ വി മുഹമ്മദ് മുസ്ലിയാർ കൂട്ടനാടിനെയും അതുപോലെ നമ്മളെ ജലീൽ സഖാഫി എല്ലാം തള്ളി പറഞ്ഞതുപോലെ തന്നെയാണ് നിങ്ങൾ സഹീൽ ബുഖാരിനെ തള്ളുന്നത്. ഇനി ഞാൻ വിശദീകരിക്കാം. ഞങ്ങൾ ബുഖാരിയുടെ ഹദീസ് തള്ളിയിട്ടില്ല. അത് ഞങ്ങളുടെ ഇമാമിങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ഒന്നുകൂടി മനസ്സിലാക്കിയോളൂ. അള്ളാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാരോ അള്ളാഹുവിന്റെ റസൂലിന്റെ പെൺമക്കളോ പോയിട്ടില്ലെന്ന് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു വളരെ വ്യക്തമായി പറയുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇവിടെ ആയിഷ ബീവി പോയി എന്ന് ഒറ്റ ഹദീസിലുമില്ല, ഫാത്തിമ ബീവി പോയി എന്നില്ല. പിന്നെ നിങ്ങൾ കൊണ്ടുവന്നത് അള്ളാഹുവിന്റെ റസൂലിന്റെ, ശ്രദ്ധിക്കണം, അള്ളാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാരെന്നല്ല ഹദീസിലുള്ളത്. പിന്നെന്താ ഉള്ളത്? മുഅ്മിനാത്തുകളായ സ്ത്രീകൾ പോയി എന്നാണ്. അത് നിങ്ങൾ വിശദീകരിച്ച് ഒപ്പിക്കുകയാണ് ആയിഷ ബീവി എന്ന്. നിങ്ങളെ വിശദീകരണം ഞങ്ങൾക്ക് വേണ്ട. ഇനി നിങ്ങൾ പറഞ്ഞു ആയിഷ ബീവി തന്നെ വേണമെന്നില്ല, മുഅ്മിനാത്തുകൾ പോയി എന്നില്ലേ? അതിന് ഞാൻ പറഞ്ഞു, അത് ഇസ്ലാമിന്റെ ആദ്യകാലത്തായിരുന്നു. ഇസ്ലാമിന്റെ ആദ്യകാലത്ത് നടന്ന സംഭവം മുസ്ലിമീങ്ങൾക്ക് തെളിവല്ല. അതിനുശേഷമാണ് വഖർന ഫീ ബുയൂതികുന്ന എന്ന ആയത്തിറങ്ങിയത്. ആ ആയത്തിറങ്ങിയതിന്റെ ശേഷം മുസ്ലിമീങ്ങൾ പോയതേ ഇല്ല. അപ്പൊ ആദ്യകാലത്ത് പോയി എന്ന് ബുഖാരിയിലുണ്ട്, ശരിയാണ്. പക്ഷേ പിൽക്കാലത്തുള്ളവർക്കത് രേഖയല്ല. എന്തുകൊണ്ട്? ഹിജാബിന്റെ ആയത്തിനു ശേഷം സ്ത്രീകൾ പോകരുത് എന്ന് വിരോധം വന്നതിന് ശേഷം പിന്നെ പോയിട്ടില്ല. അതാ ഞങ്ങൾ പറയുന്നത്. നിങ്ങൾക്ക് എവിടെയാ അബദ്ധം പറ്റിയത്? നിങ്ങൾ മനസ്സിലാക്കിയത് ഒരു ഹദീസ് കാണുമ്പോ ഈ ഹദീസ് മാത്രമേ ഉള്ളൂ എന്നാണ്. അങ്ങനെയല്ല സുഹൃത്തെ, പോയിട്ടില്ല എന്ന് വിശദീകരിക്കുന്ന ആയത്തും ഹദീസും പിന്നുണ്ട്. ഞാൻ ബുഖാരി എടുത്ത് കാണിച്ചു തരാലോ. അള്ളാഹുവിന്റെ റസൂലിന്റെ പള്ളിയിൽ നായകൾ വന്നിരുന്നു. ഇപ്പൊ നായി വരാൻ പറ്റുമോ? അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഹൈലുകാരികളായ സ്ത്രീകൾ വരെ വന്നിരുന്നില്ലേ? ഇപ്പൊ പറ്റുമോ? പറ്റൂല. അപ്പൊ ആദ്യകാലത്ത് നടന്ന ഒരു സംഭവം ഞങ്ങൾക്ക് രേഖയല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ചോദിക്കുന്നത്, അള്ളാഹുവിന്റെ റസൂല് വ്യക്തമായി സ്ത്രീകളെ
തടയണം എന്ന് വിശദീകരിച്ച സ്ഥിതിക്ക് നിങ്ങളോട് ഞങ്ങൾ പറയുന്നു, ആദ്യകാലത്തുള്ളത് തെളിവല്ല. പിന്നെ പറയുന്നു അള്ളാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാരെ എഴുത്തിക്കാഫിരുന്നു എന്നാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അപ്പൊ ജുമുഅക്കും ജമാഅത്തിനും പോയിട്ടില്ല എന്ന് സമ്മതിച്ച് ഇവരിപ്പോ എത്തിയത് എഴുത്തിക്കാഫിന് പോയി എന്നാണ്. ഞാൻ പറയുന്നു, അള്ളാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാർ എഴുത്തിക്കാഫിരുന്നത് എവിടെയാണ് എന്ന് വ്യക്തമാക്കണം നിങ്ങൾ. അതാ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാർ എഴുത്തിക്കാഫിരുന്നിരുന്നത് അവരുടെ വീടുകളിൽ പള്ളിയാക്കിയ സ്ഥലത്തായിരുന്നു. ഞങ്ങൾക്കതിൽ തർക്കമില്ല. എന്റെ മുഅ്മിനീങ്ങൾ മനസ്സിലാക്കണം, ഞാൻ എന്റെ വീട്, ആ വീടിന്റെ ഒരു റൂം പള്ളിയായി വഖഫ് ചെയ്തു. മനസ്സിലാക്കണം, ഇതിപ്പോ എന്റെ വീടാണെങ്കിൽ ഇത് പള്ളിയാണെന്ന് ഞാൻ പറഞ്ഞാൽ അത് പള്ളിയാകും, തീർച്ചയാണ് അത് പള്ളിയാകും. അപ്പൊ വീട്ടിൽ ഒരു റൂം പള്ളിയാക്കി, ആ പള്ളിയിൽ എന്ത് ചെയ്തു? ഇത്തിക്കാഫിരുന്നു. അതിന് നമുക്കെന്താണ് ഇത്തിക്കാഫിരിക്ക? ഇപ്പൊ പള്ളി, എന്റെ വീട്ടിൽ ഒരു റൂം പള്ളിയാക്കി വഖഫ് ചെയ്തു, എന്റെ ഭാര്യ അവിടെ പോയി ഇത്തിക്കാഫിരുന്നു, എന്റെ ഉമ്മ ഇത്തിക്കാഫിരുന്നു, പ്രശ്നമില്ല. അന്യപുരുഷന്മാർ പങ്കെടുക്കുന്ന പള്ളികളിലേക്ക് ജുമുഅ ജമാഅത്തിന് പോവൽ, അതാണ് പ്രശ്നം. നിങ്ങൾ ബുഖാരിന്റെ ഹദീസുണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങളെ പേടിപ്പിക്കണ്ട, അതൊക്കെ കണ്ടതാണ്. വ്യക്തമായി തന്നെ അലിയുൽ ഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലെയുള്ള പണ്ഡിതന്മാർ വ്യക്തമാക്കിയിട്ടുണ്ട്. അവർ എഴുത്തിക്കാഫിരുന്നിരുന്നത് അവരെ വീടുകളിൽ പള്ളിയായി ഉപയോഗിച്ചിരുന്ന റൂമുകളായിരുന്നു. അള്ളാഹുവിന്റെ റസൂലിന്റെ പള്ളിയായ മസ്ജിദുൻ നബവിയിൽ അല്ല ആണ് എന്ന് നിങ്ങൾക്ക് തെളിയിക്കാനും കഴിയില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, രണ്ടും ഞങ്ങൾ ഹദീസ് തന്നെയാണ്, പക്ഷേ രണ്ടിലും രേഖയില്ല. ഒന്നിൽ പറഞ്ഞത് മുഅ്മിനീങ്ങൾ പോയിരുന്നു എന്നാണ്, അത് ഇമാം കാസാനിയെ പോലെയുള്ളവർ എല്ലാ പണ്ഡിതന്മാരും പറഞ്ഞു, അത് ആദ്യകാലത്താണ്, ഞങ്ങൾക്ക് ബാധകമല്ല. പിന്നെ ഇത്തിക്കാഫിരുന്നു എന്ന ഹദീസാണ്, അത് അവരുടെ വീടുകളിൽ പള്ളിയായി ഉപയോഗിച്ചിരുന്ന സ്ഥലത്തായിരുന്നു എന്ന് വ്യക്തമായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയ സ്ഥിതിക്ക് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇനി അതിൽ ഒരു തർക്കവുമില്ല. നിങ്ങൾക്ക് പറ്റിയത് ഒരു ഹദീസ് നിങ്ങൾ കണ്ടപ്പോ അത് മാത്രമേ ഉള്ളൂ എന്ന് നിങ്ങൾ കരുതിപ്പോയി. എന്റെ സുഹൃത്തുക്കൾ പഠിക്കണം, അപ്പൊ നിങ്ങൾക്കത് ബോധ്യമാകും. നിങ്ങൾക്ക് അറബി പോലും അറിയില്ലല്ലോ, പണ്ഡിതന്മാരെ അറബി അറിയുന്ന ആളുകളാണ്, അവരാണത് വിശദീകരിച്ചിരിക്കുന്നത്. അദ്ദേഹം പഠിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അള്ളാഹു നന്നാക്കുമാറാവട്ടെ. സഹോദരന്മാരെ, നമ്മുടെ സുന്നി പ്രവർത്തകരൊക്കെ വളരെ അവിടെ ഇരിക്കുക, എല്ലാവരും ഇരിക്കുക. പള്ളിയിൽ വേണ്ട, ഇവിടെ തന്നെ കുറച്ചു നേരം ഇനിയും ചോദിക്കാം ഇൻഷാ അല്ലാഹ്. സൗണ്ട് കുറച്ച് നമുക്ക് ചോദിക്കാം ഇൻഷാ അല്ലാഹ്. എല്ലാവരും ശാന്തരായിരിക്കുക, എല്ലാവരും അവിടെ ഇരിക്കുക. ഇനി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ശ്രദ്ധി, ഞാൻ പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, അഹ്ലുസുന്നത്തി വൽ ജമാഅയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള സംശയങ്ങൾ, ആ സംശയങ്ങൾ എത്രയായാലും അത് തീരുവോളം മറുപടിയും എല്ലാമുണ്ട്. നിങ്ങൾ പറഞ്ഞ എല്ലാ ഗ്രന്ഥങ്ങളും ഞങ്ങളുടെ കയ്യിലുണ്ട് താനും, എല്ലാം റെഡിയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എപ്പോഴും എത്രയും ഇരുന്ന് തരാൻ തയ്യാറുമാണ്. ഇവിടെ ഇപ്പോ പോലീസ് പെർമിഷനും മറ്റും അംഗീകരിക്കാൻ ഞങ്ങൾക്കത് പ്രശ്നമുള്ള കാര്യമല്ല. ഇതുവരെ പറഞ്ഞതിനൊക്കെ വ്യക്തമായി തന്നെ ഞങ്ങൾ മറുപടി പറഞ്ഞിട്ടുമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി നിങ്ങൾക്ക് ഈ വിഷയത്തിൽ പ്രസക്തമായ ഒന്നോ രണ്ടോ ചോദ്യങ്ങളുണ്ട്, അതും കൂടി അനുവദിക്കുന്നു. പിന്നെ നമ്മൾ എല്ലാവരുടെയും സമയം പരിഗണിച്ച് നിങ്ങൾക്ക് അങ്ങനെ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ഒരു മൗലവിനെ നിങ്ങൾക്ക് സംഘടിപ്പിച്ച് അറബി അറിയുന്ന ഒരാളെ ഒരു വാദപ്രതിവാദത്തിന് തന്നെ ഞങ്ങളെ മുന്നിൽ ഹാജരാക്കിയാൽ ഈ പറഞ്ഞ ഹദീസൊക്കെ അയാൾ വായിക്കുമ്പോ ഇതിലും ഉഷാറായി ഞങ്ങൾ അയാൾക്ക് പറഞ്ഞു കൊടുക്കും. കാരണം നിങ്ങൾക്കിപ്പോ അറബി വായിക്കാൻ അറിയില്ല, നിങ്ങൾ എന്നെ സമ്മതിച്ച സ്ഥിതിക്ക് കൂടുതൽ ചർച്ച ചെയ്യാൻ ഏതായാലും നിങ്ങൾക്ക് അറിയില്ലല്ലോ. അതുകൊണ്ട് പ്രസക്തമായ ഒന്നോ രണ്ടോ ചോദ്യം ഇപ്പൊ ചോദിക്കാം. എന്നിട്ട് ഇൻഷാ അല്ലാഹ് നമുക്കൊരു പണ്ഡിത ചർച്ച, അതിന് നിങ്ങളെ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. ഞാൻ മൈക്കൊന്ന് കൊടുക്കുക, അതിനൊരു തയ്യാറാണെന്ന് ചോദിച്ചു നോക്കാം. ഒരു വാദപ്രതിവാദം ഈ ബാംഗ്ലൂരിൽ വെച്ചൊരു വാദപ്രതിവാദം നടക്കട്ടെ. ബാക്കിയുള്ളവരോടെ ഇരിക്കാം, ബാക്കിയുള്ളവർ ഓഡിയൻസ് ഒരു പറയട്ടെ, മുപ്പര കയ്യിൽ കൊടുക്കും. ഈ വിഷയത്തിൽ ഒരു വാദപ്രതിവാദം അവൽ ചർച്ച ചെയ്യട്ടെ. അതെ, ഞാനൊരു അനുഭാവി മാത്രമാണ്. നിങ്ങൾ ഒരു രേഖാമൂലം സംവാദം ഞങ്ങളല്ലേ ഇപ്പൊ ഇതിനും വലിയ രേഖ ഉണ്ടോ? ഈ എല്ലാത്തിനും രേഖ വേണം. രേഖാമൂലം തരികയാണെങ്കിൽ ഞങ്ങൾ അത് പണ്ഡിതന്മാർക്ക് എത്തിച്ചു കൊടുക്കും. അപ്പൊ ഞങ്ങൾ രേഖാമൂലം തരാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ പണ്ഡിതന്മാരെ നിങ്ങൾ കൊണ്ടുവരണം തീർച്ചയായും. ഈ സമൂഹം അതിന് സാക്ഷിയാണ്.
കൊണ്ടുവരുന്ന ഉറപ്പുവരുത്തണം. അഥവാ പറഞ്ഞത്. പണ്ഡിതന്മാരെ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന് അതെ, ഇതിനു മുമ്പിട്ട് കുറച്ചു കാലം മുമ്പ് ഇവിടെ തന്നെ ഒരു സംവാദത്തിന് വേദി ഒരുങ്ങിയിരുന്നു. അത് നമുക്ക് പിന്നെ പറയാം. പറഞ്ഞത് അലവി സക്കാഫിയും അബ്ദുറഹ്മാൻ അതൊക്കെ നമുക്ക് പറയാം പിന്നെ. ഇല്ല എന്നല്ല പറയുന്നത്. ഇത് ഒരിക്കലും കൂടി ഇനിയും അവര് ഇതേപോലെ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾ നമ്മളൊരു അനുഭവം മാത്രമാണ്. എനിക്കൊരിക്കലും മുജാഹിദിന്റെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കാൻ പറ്റൂല. അവർക്ക് കൊടുക്കുകയും അവര് വരുന്നണം. ഇല്ല ഉസ്താദെ, നമ്മളത് പറയൂ അവര്. എന്നാ പിന്നെ മുജാഹിദ് രേഖാമൂലം തയ്യാറാവുക. രേഖാമൂലം നിങ്ങൾക്ക് തരും. അഥവാ മുജാഹിദിന്റെ നിങ്ങളോട് ഇപ്പൊ ചർച്ച ചെയ്താൽ നമ്മൾ പറഞ്ഞ് പൂർണ്ണമായി ഉൾക്കൊള്ളാൻ നിങ്ങൾക്ക് കഴിയില്ല. കാരണം അറബി നിങ്ങൾക്കറിയില്ല, ഒരു വസ്തു നിങ്ങൾ പഠിച്ചിട്ടുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് അള്ളാന്റെ റസൂലിന്റെ ഭാര്യമാർ എത്തിക്കാഫിരുന്നു എന്ന് പറഞ്ഞപ്പോ അത് വീട്ടിലെ പള്ളിയിലായിരുന്നു എന്ന് പറയണമെങ്കിൽ ഇബാറത്ത് തിരിയുന്ന പണ്ഡിതന്മാർ വേണം. അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു. നിങ്ങൾക്ക് ഔദ്യോഗികമായി ഞങ്ങൾ ലെറ്റർ തരും. ഉടനെ വൈകാതെ തന്നെ നമ്മുടെ പ്രദേശത്ത് ഒരു പണ്ഡിത ചർച്ച നടക്കട്ടെ. നിങ്ങൾ തയ്യാറാവണം. തയ്യാറല്ലെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് രാജിവെച്ച് അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ കൂടെ വരാൻ നിങ്ങൾക്ക് കഴിയണം. ഇല്ലെങ്കിൽ പിന്നെ അതിൽ അർത്ഥമൊന്നുമില്ല. നിങ്ങളെ പണ്ഡിതന്മാര് തയ്യാറാവുന്നില്ലെങ്കിൽ നിങ്ങൾ സുന്നിയിലേക്ക് വരാൻ തയ്യാറാവണം. തയ്യാറുണ്ടോ അല്ലേ? അയാളെ കയ്യിൽ കൊടുക്ക്, പറയട്ടെ തയ്യാറുണ്ടോ അല്ലേ? അതെ, ഞാൻ ഒന്നും കൂടി പറയാണ്. നിങ്ങൾ രേഖാമൂലം തയ്യാറാണെങ്കിൽ ശരിയാണെങ്കിൽ ഞാനത് പണ്ഡിതന്മാർക്ക് എത്തിച്ചു കൊടുക്കുകയും ഇതിനു മുമ്പിട്ട് ഇവിടെ സംവാദത്തിന് അള്ളാഹ് അനുഗ്രഹിക്കുകയാണെങ്കിൽ ഇനി ഇവിടെ സംവാദം ഉണ്ടാവും തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ എനിക്കൊരിക്കലും അവിടുത്തെ മുജാഹിദിന്റെ പണ്ഡിതന്മാരുടെ കാര്യം എനിക്ക് പറയാൻ പറ്റില്ല. നിങ്ങൾ മാറണം. നമുക്കൊരിക്കലും നമുക്ക് ചിന്തിക്കാം, അതിനെപ്പറ്റി ചിന്തിക്കും. ആദ്യം തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ മാറേണ്ടത്. തെളിവ് വേണം ഉസ്താദ്, എല്ലാത്തിനും തെളിവുണ്ട്. എല്ലാം പറയും. ആദ്യം നിങ്ങൾ എഴുതിക്കോ സ്ത്രീ പള്ളി പ്രവേശനം. അതന്നെ ഇത് ആദ്യം നിങ്ങൾ സ്ത്രീ പള്ളി പ്രവേശം എഴുതിക്കോ. ഇങ്ങനെ രേഖാമൂലം ഇങ്ങനെ തന്നെ സ്ത്രീ പള്ളി പ്രവേശം എന്ന വിഷയത്തിൽ വെച്ചും ഇങ്ങനെ തന്നെ രേഖാമൂലം തീരുമാനിക്കാം. അതല്ല അല്ല, ഇതും വെച്ചോ വിഷയം ഇത് അത് ഞങ്ങൾ പിന്നെ തീരുമാനിക്കും. വൈക്കുവാ ഇനി എല്ലാവരും ഒരു മിനിറ്റ്. പറയുന്നത് വെച്ച് കഴിഞ്ഞാല് തെളിവിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ എല്ലാം അംഗീകരിക്കാൻ തയ്യാർ തന്നെയാണ്. അത് രേഖാമൂലം നിങ്ങൾ ഹാജരാക്കി തന്നാൽ ഞങ്ങളുടെ പണ്ഡിതന്മാരെ വേണമെങ്കിൽ ഞങ്ങൾ സമീപിക്കാം എന്നാണ് മൂപ്പര് പറയുന്നത്. വേറെ കൂടുതൽ മൂപ്പര് പറയുന്നില്ല. അതുകൊണ്ട് തെളിവിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഹാജരാക്കി തരാം. നിങ്ങളുടെ പണ്ഡിതന്മാരെ നിങ്ങൾ ക്ഷണിക്കുക, വരാൻ വേണ്ടി നിങ്ങൾ. അതാണ് ഏറ്റവും നല്ലത്. രേഖ എഴുതുമ്പോ സ്ത്രീ പള്ളി പ്രവേശം എന്ന് പ്രത്യേകം എഴുതി കൊടുത്താതെ. കാരണം അതിന്റെ കൂടെ പള്ളി പ്രവേശം എഴുതാൻ ഉസ്താദെ. സ്ത്രീ പള്ളി പ്രവേശം അല്ലല്ല, അത് ഞങ്ങൾക്ക് തർക്കമുള്ള വിഷയം ഞങ്ങളാണ് എഴുതുക കേട്ടോ. ഞങ്ങൾക്ക് തർക്കമുള്ളത് സ്ത്രീ പള്ളി പ്രവേശമല്ല, സ്ത്രീകൾ ജുമുഅ ജമാഅത്തിന് പേരിലാണ്. അത് തെറ്റിദ്ധരിപ്പിച്ചതാണ് നിങ്ങളുടെ പ്രശ്നം. കൊടുക്കണ്ട കഴിഞ്ഞ സമയം. ഒരു മിനിറ്റ്, ഉസ്താദ് എന്നോട് പറഞ്ഞത് നിങ്ങൾക്ക് പണ്ഡിതന്മാരെ കൊണ്ടുവരുമ്പോൾ ഈ ഹദീസ് ഞാൻ ഉദ്ധരിക്കുകയും ചെയ്യും. അവർക്ക് ഹദീസ് വിഷയം നിങ്ങൾ ഹദീസ് ഉദ്ധരിക്കാൻ ഞങ്ങൾ പറയും. അതിനെ പറയും നിങ്ങൾ പറഞ്ഞു കൊടുക്കും. ഒരു മിനിറ്റ് അല്ല, ഞങ്ങളല്ലേ തീരുമാനിക്കാം. അത് നമ്മൾ തീരുമാനിക്കും. പക്ഷെ അതിന്റെ കൂടെ ഈ ജനങ്ങൾ അറിയാൻ വേണ്ടി സ്ത്രീ പള്ളി പ്രവേശം കൂടി ഒന്ന് പറഞ്ഞോട്ടെ. ഈ പള്ളി പ്രവേശം ഞങ്ങൾക്ക് തർക്കമുള്ള വിഷയമല്ല. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പറയാം. ഞങ്ങളെ സംബന്ധിച്ച് പറയാനുള്ളത്, ഞങ്ങൾക്ക് എപ്പോഴും പറയാനുള്ളത് സ്ത്രീകൾ അന്യ പുരുഷന്മാർ പങ്കെടുക്കുന്ന പള്ളികളിലേക്ക് അവർ ജമാഅത്തിന് പോവൽ. ഇനി എല്ലാവരും ഇരിക്കും, നമ്മൾ തുറക്കാൻ പോവാം. അപ്പൊ മുജാഹിദുകൾ ഒരു കാര്യം വ്യക്തമായി, മുജാഹിദുകൾ വിഷയത്തിന്റെ എല്ലാവരും ഇരിക്കി വിഷയത്തിന്റെ മർമ്മപ്രധാനമായ ഭാഗത്ത് സുന്നികളോട് ഏറ്റുമുട്ടാൻ തയ്യാറല്ല എന്നാണ് അയാൾ പറഞ്ഞതിന്റെ അർത്ഥം. കാരണം സ്ത്രീ അവൾ വീട്ടിലെ റൂം പള്ളിയാക്കി ആ പള്ളിയിലേക്ക് സ്ത്രീ കടന്നാൽ പള്ളി വൃത്തികേടാവുമെന്നോ അത് പാടില്ല എന്നോ ഒരു സുന്നിയും ഇവിടെ വാദിച്ചിട്ടില്ല. ഞങ്ങളെ വാദം തന്നെ ജുമുഅ ജമാഅത്തിന് വേണ്ടി സ്ത്രീകൾ പരപുരുഷന്മാരോടൊപ്പം നിസ്കരിക്കാൻ ജുമുഅ ജമാഅത്തിന് പോവൽ അത് പാടില്ല എന്നാണ്. അത് ഞങ്ങൾ തെളിയിച്ചു കളഞ്ഞു. ഇല്ല, നിങ്ങൾ ഞങ്ങളെ വാദം മാറ്റിയിട്ട്, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ കള്ളിന്റെ വ്യാഖ്യാനം മാറ്റിയ ആളെ പോലെ നിങ്ങളെ വിഷയം തന്നെ മാറ്റിയിട്ട് രക്ഷപ്പെടാൻ ശ്രമിക്കരുത്. അല്ലാഹുവിന്റെ ആഖിറത്തെ നിങ്ങൾ ഭയപ്പെടണം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ നിർത്തുകയാണ്. ഒറ്റ വാക്കിൽ പറയാനുള്ളത്, ഇന്ന് എല്ലാവരും ഇരിക്കാം. ഒരുപാട് ആളുകൾ നമ്മുടെ ഈ സദസ്സിലേക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്. ധാരാളം ആളുകൾ ഇത്രയും സമയം ഇരുന്നു. എല്ലാവരും അവിടെ ഇരിക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാനുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നമുക്കറിയാം. ഞാൻ ലാസ്റ്റ് ഒന്നും കൂടി പറയുന്നത് നിങ്ങൾ നന്ദി. ഞങ്ങൾ ഇൻഷാ അല്ലാഹ്
വ്യവസ്ഥ രേഖാമൂലം തരും, ബാക്കി നമുക്ക് അപ്പോൾ ചർച്ച ചെയ്യാം. ഞാൻ പറയുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇൽമുൽ ഗൈബും ഇസ്തിഗാസയും നബിദിനാഘോഷവും അങ്ങനെ തുടങ്ങി സ്ത്രീ പള്ളി പ്രവേശവും നമ്മുടെ നിലപാട് വ്യക്തമായി നമ്മൾ അറിയിച്ചു. ഇൻഷാ അല്ലാഹ് ഈ പരിപാടിയുടെ CD വൈകാതെ നിങ്ങളെ കയ്യിലെത്തും. നിർബന്ധമായും കേട്ട് ഒന്നുകൂടി ഈ വിഷയങ്ങൾ മനസ്സിലാക്കണം. ബാക്കി അവർക്ക് അറബി തീരെ അറിയാത്തത് കൊണ്ട് അവരത് ചർച്ച ചെയ്യാൻ മാത്രം വളരാത്തത് കൊണ്ടും അവർ തന്നെ മറ്റു മൗലവിമാരെ കൊണ്ടുവരാമെന്ന് വാക്ക് തന്നതുകൊണ്ട് നമ്മൾ തൽക്കാലം നിർത്തുകയാണ്. അതുകൊണ്ട് ഈ സമൂഹം ശ്രദ്ധിക്കുക, മൗലവിമാരെ ഇപ്പോൾ കിട്ടാനില്ല. അതുകൊണ്ടാണ് ഞാൻ അത്രയും പറയുന്നത്. മംഗലാപുരത്ത് നിങ്ങൾക്കറിയില്ലേ? മംഗലാപുരത്ത് അവിടെ പോയി നിങ്ങൾ അന്വേഷിക്ക്. മംഗലാപുരത്ത് സാധുവായ ഞാനും ഫൈസൽ ഹസനിയും സഖാഫിയും എല്ലാരും ചെന്ന് ഹനീഫ കായക്കൊടി അവിടെ വന്നു. ചോദിച്ചു നോക്ക്. വ്യവസ്ഥ എഴുതി ഏപ്രിൽ 25 വാദപ്രതിവാദം നിശ്ചയിച്ചു. എന്നിട്ട് 24-ാം തീയതി വിളിച്ചു പറഞ്ഞു ഞങ്ങളില്ല പറയുന്നു. ഇന്നും മുജാഹിദ് പറയുകയാണ് വ്യവസ്ഥ എഴുതിയതിന് ശേഷം മുങ്ങി. നിങ്ങൾക്ക് മനസ്സിലായി, രേഖകൾ വരാനുണ്ട്. ഇനി ഞങ്ങൾക്ക് പറയുന്നു, നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ ഇപ്പോൾ എഴുതിയ വ്യവസ്ഥ ഈ കർണാടകയിലെ മംഗലാപുരത്ത് തന്നെ നിലനിൽക്കുന്നു. നിങ്ങളെ മൗലവിമാരോട് ഫോൺ ചെയ്ത് പറയുക, ആ വാദപ്രതിവാദമൊന്ന് നടക്കട്ടെ. ഞാൻ പറയുന്നു, മംഗലാപുരത്ത് ഇപ്പോൾ എഴുതിയ വ്യവസ്ഥ അനുസരിച്ച് ഒരു സംവാദം നടന്നാൽ അന്ന് മുജാഹിദുകളുടെ അവസാനത്തെ ദിവസമായിരിക്കും. വ്യക്തമാണ്. കാരണം അത്രയും വ്യക്തമായ വിഷയമാണ് അതിൽ എഴുതിയിട്ടുള്ളത്. അതിന് നിങ്ങൾ തയ്യാറാവണം. അതാ ഒന്നാമതായി ഞങ്ങൾ പറയുന്നു, മംഗലാപുരം സംവാദം നടക്കട്ടെ. രണ്ടാമതായി സ്ത്രീ പള്ളി പ്രവേശനം എന്ന വിഷയത്തിൽ സ്ത്രീകൾ ജുമുഅ ജമാഅത്തിന് വരാൻ പറ്റുമോ ഇല്ലേ എന്ന വിഷയത്തിൽ ബാംഗ്ലൂരിലും ഒരു സംവാദമാവാം. നിങ്ങൾ തയ്യാറുണ്ടെങ്കിൽ ഞങ്ങളെപ്പോഴും റെഡിയാണ്. വ്യവസ്ഥ എഴുതി മുങ്ങരുത് എന്ന് മാത്രം, അത് നിങ്ങളുടെ ശൈലിയാണ്. അല്ലാഹു ഹിദായത്ത് നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിക്കണം. ഇനി പറയണ്ട, ഞാൻ തന്നെ വരും ഇൻഷാ അല്ലാഹ്. ഞാൻ ആയുസ്സും ദീർഘായുസ്സും ആഫിയത്തുണ്ടെങ്കിൽ ഞാൻ തന്നെ വരും. ഞങ്ങളെ ഉസ്താദുമാരാരും വരും, നിങ്ങൾ പേടിക്കണ്ട. ഞങ്ങൾ ചെറിയ മുത്താലിമീങ്ങളാണ്. മുജാഹിദുകളോട് വാദപ്രതിവാദത്തിന് വരുന്നത് ഞങ്ങൾക്ക് കൂടുതൽ ഇൽമുണ്ടായിട്ടോ വലിയ ആളുകളായിട്ടോ അല്ല. പക്ഷേ മുജാഹിദുകൾ 0 പോയിന്റിലായതുകൊണ്ടാണ്, മുജാഹിദുകൾ ഒന്നുമല്ലാത്തത് കൊണ്ട് സാധാരണക്കാരായ ഞങ്ങൾ തന്നെ മതി. ഞങ്ങളിപ്പോ തീരുമാനിച്ചിരുന്നു, ഞാനും ഫൈസൽ ഹസനിയും നമ്മളെ ദർശന മുത്താലിമീങ്ങളെ പറഞ്ഞേക്കാമെന്നായിരുന്നു. നിങ്ങൾ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ തന്നെ വരാം. അതാണ് മുജാഹിദിസം. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, ഇൻഷാ അല്ലാഹ് ഞങ്ങൾക്ക് ദീർഘായുസ്സും ആഫിയത്തുമുണ്ടെങ്കിൽ ഞങ്ങൾ തന്നെ ഈ ബാംഗ്ലൂരിൽ വരും. തീർച്ചയാണ്. നിങ്ങൾ തയ്യാറാവുക എന്ന് മാത്രം പറയുന്നു. അർഹമുർ-റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ റഹ്മാനെ, ഞങ്ങളെ സദസ്സിനെ കബൂൽ ചെയ്യണം റഹ്മാനെ. ഞങ്ങളുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ, ഞങ്ങളുടെ അനിരീകൾ, ഞങ്ങളുടെ പ്രവർത്തകർ, നീ അവർക്ക് ദീർഘായുസ്സ് നൽകണം. മൂപ്പർ അവിടെ ഇരുന്നോട്ടെ. നിങ്ങൾ ആമീൻ പറഞ്ഞോളൂ. അർഹമുർ-റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ റഹ്മാനെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരന്മാർ, അത് സൗഹാർദ്ദ ചർച്ചയാണ്. നിങ്ങൾ ആരും ഇടപെടണ്ട. ആമീൻ പറയും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ حمدا يوافي نعمه ويكافي مزيدا اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. അർഹമുർ-റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ റഹ്മാനെ, ഞങ്ങളെ സദസ്സിനെ കബൂൽ ചെയ്യണം റഹ്മാനെ. ഞങ്ങൾ ഇത്രയും സമയം നിന്റെ ദീനിന്റെ ഇൽമ് ഞങ്ങളെ ഉസ്താദുമാർ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നത് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നു, നീ സ്വീകരിക്കണം റഹ്മാനെ. തെറ്റിദ്ധാരണ കൊണ്ട് പല പ്രസ്ഥാനങ്ങളിലും പെട്ടുപോയി ഏതെങ്കിലും ഹദീസ് കാണുമ്പോഴേക്ക് തെറ്റിദ്ധരിച്ചു പോയ ഞങ്ങളെ പാവപ്പെട്ട പ്രവർത്തകർ, അവർക്ക് നീ സന്മാർഗം നൽകണം റഹ്മാനെ, ഹിദായത്ത് നൽകണം റഹ്മാനെ. അർഹമുർ-റഹീമായ റബ്ബേ, ഈ സമൂഹത്തെ, ഈ നാടിനെ അഹ്ലുസുന്നയുടെ നാടായി നീ ഉയർത്തണം റഹ്മാനെ. ഞങ്ങൾക്ക് നീ അറിവ് വർദ്ധിപ്പിച്ചു തരണം റഹ്മാനെ. അവസാനം ഞങ്ങളെല്ലാവരെയും ഞങ്ങളെ കുടുംബത്തോടൊപ്പം, ഞങ്ങളെ സഹോദരന്മാരോടൊപ്പം, സഹോദരിമാരോടൊപ്പം അല്ലാഹു അവന്റെ സ്വർഗീയ ലോകത്ത് ഞങ്ങളെ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വർഹബ് ലനാ ബിഅൻവാഇ റഹ്മതിക യാ അർഹമർ റഹീമീൻ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും. സ്ത്രീകൾ ജുമുഅ ജമാഅത്തിന് പങ്കെടുക്കുന്നതിനെ സംബന്ധിച്ചുള്ള വാദപ്രതിവാദത്തിന് സുന്നി യൂത്ത് ഓർഗനൈസേഷൻ ബാംഗ്ലൂർ ഘടകം തയ്യാറായിരിക്കുന്നു. ഇൻഷാ അല്ലാഹ് നാളെ തന്നെ ലെറ്റർ